So, ladies and gentlemen, welcome back to the podcast. അല്ലെ വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. സോ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ്. ഞാൻ അതിനകത്ത് കുറച്ച് വായിച്ചു, പഠിച്ചു, ഇച്ചിരി അനാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ് മൈ ബ്രദർ, ഐ തിങ്ക് യു ഡിഡ് യുവർ ഹോംവർക്ക്, റൈറ്റ്? വർക്ക് ചെയ്തിട്ടുണ്ട്. തുടങ്ങുന്നതിന് മുന്നേ പറയാണ്, വർക്ക് ചെയ്തിട്ടുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. സാഡ്ലി കുറേ കാര്യങ്ങൾ സെൻസർ ചെയ്ത് പറയേണ്ട ഒരു അവസ്ഥയിലാണ്. വി കാൺട്ട് 100% ടോക്ക് വിത്ത് കൺവിക്ഷനോ ഒരു അഷ്യൂരിറ്റിയോ വെച്ച് സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്കറിയാവുന്ന പോലെ സംസാരിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ കൺട്രോൾ പോകും. അതെ, അപ്പോൾ പോകുന്ന ഫ്ലോയിൽ പോട്ടെ എന്ന് പറഞ്ഞ് തന്നെയാണ് ഇന്ന് ഷൂട്ട് ചെയ്യുന്നത്. അത് എല്ലാ പോഡ്കാസ്റ്റിനും തുടക്കത്തിലും പറയുന്നതിന് കണക്ക് വി ഹോപ്പ് വി ആർ റോങ്. വി ഹോപ്പ് വാട്ട് വി ആർ സേയിങ് ഈസ് 100% റബിഷ്. അതെ, അത് അങ്ങനെ ഇരിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. അങ്ങനെ ആവട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സോ ഇന്ന് ആസ് ഓഫ് റൈറ്റ് നൗ ടുഡേസ് ഡേറ്റ് ഇസ് 29th 4th 2024. ഇന്ന് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒരു 2 hours മുന്നേ ഒരു അനൗൺസ്മെന്റ് നടത്തി. അതിനെക്കുറിച്ചൊന്ന് ബ്രീഫ് ചെയ്യോ? പുള്ളി ഇന്ന് നമ്മുടെ രാജ്യത്ത് ഒരു ഹൈ ലെവൽ മീറ്റിംഗ് നടന്നു. നമ്മുടെ CDS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഫ് ഓഫ് ആർമിയും നേവിയും എയർഫോഴ്സും തമ്മിൽ ഇണങ്ങിച്ചേർന്ന് കോർഡിനേറ്റഡ് ആയിട്ട് ഇവർക്കൊരു ചീഫുണ്ട്. ആർമി ചീഫും നേവൽ ചീഫും എയർഫോഴ്സ് ചീഫും ആണ് അവരുടേതായ ഏറ്റവും വലിയ ആള്. അപ്പൊ ഇവരെ 3 പേരെ മേൽനോട്ടം നയിക്കുന്ന ഒരാളാണ് CDS ചീഫ്. ലീഗലി ഇവർക്ക് 3 പേർക്ക് ഒരേ പ്ലേസിൽ ഒന്നുകൂടെ കണ്ടുണ്ടല്ലോ, അൺലെസ് പ്രൈം മിനിസ്റ്റർ ആസ്ക് ഫോർ ഇറ്റ്. യെസ്, ഇവർക്ക് 3 പേർക്കും ഭയങ്കര ലൊക്കാലിറ്റി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരേ സമയത്ത് ഒരു സ്ഥലത്ത് പൊക്കൂടാ, ഒരേ വണ്ടി യാത്ര ചെയ്തുകൂടാ, ഇത്ര ഡിസ്റ്റൻസ് വരെ. കാരണം ദീസ് ആർ ദ മോസ്റ്റ് വാല്യൂ ടാർഗറ്റ്സ് ഔട്ട്സൈഡ് ഇന്ത്യ. ടാർഗറ്റ്സ് ഔട്ട്സൈഡ് മാത്രമല്ല, പണ്ടെന്തോ പാകിസ്ഥാനിൽ ഇങ്ങനെയല്ലേ ഇവർ 3 പേരും കൂടി ഡിസ്കഷൻ നടത്തിയൊക്കെ അറ്റാക്ക് ചെയ്യുന്നത്. ആ ഒരു സംഭവം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പണ്ടേ ഒരു എനിക്ക് തോന്നുന്നു ലീഗാലിറ്റി ലോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലത്തെ 3 ഹൈലി ഒഫീഷ്യൽസ് ഒരുമിച്ച് ഒരു റൂമിലോ മീറ്റിംഗിലോ, അൺലെസ് ദ സിറ്റുവേഷൻ ആൻഡ് പ്രൈം മിനിസ്റ്റർ ആസ്ക് ഫോർ ഇറ്റ്. ബട്ട് ഇറ്റ് ഹാപ്പൻഡ് ടുഡേ. ആൻഡ് ഇറ്റ് ഈസ് ഗൈസ്, ഇതൊരു ഇന്റൻസ് സിറ്റുവേഷൻ ആണ്. നിങ്ങൾക്ക് ഇതിന്റെ ടെൻഷൻസ് മനസ്സിലാവുന്ന എനിക്ക് അറിയത്തില്ല. അതെ, നമ്മൾ ടിക്ടോക്കും യൂട്യൂബും ഒക്കെ കണ്ട് നടക്കുകയാണ്. ഇതൊന്നും എന്താണ് സംഭവിക്കുന്നതെന്നും അറിയത്തില്ല. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഒരു 6-7 ദിവസം മുന്നേ 2 weeks ആയിട്ടില്ല, 29 അല്ലേ ഇന്ന്, 22nd എക്സാക്ട്ലി 1 week ago കുറച്ച് പേര് ടൂറിസ്റ്റ് സ്ഥലമായ നമ്മൾ മൂന്നാറും അല്ലെങ്കിൽ കൊടൈക്കനാലോ പൊന്മുടിയോ ഒക്കെ പോകുന്ന പോലെ നമ്മുടെ ഇന്ത്യയിലെ ആളുകൾ ഇന്ത്യയുടെ മണ്ണിൽ ടൂർ പോയതാണ്. അപ്പോൾ അവിടെ വെച്ച് പാകിസ്ഥാൻ ടെററിസ്റ്റുകൾ എന്ന് പറഞ്ഞ് പാകിസ്ഥാനീസ് തന്നെ, മിലിറ്റൻസ് എന്ന് പറയുന്നതും ടെററിസ്റ്റ് എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസം ഇല്ല. കാരണം അതിന് കൺസ്ട്രക്റ്റീവ് എവിഡൻസ് നമുക്ക് 100% അതിലോട്ട് നമ്മൾ വരുന്നുണ്ട്. പാകിസ്ഥാൻ ടെററിസ്റ്റ് അല്ലെങ്കിൽ പാകിസ്ഥാൻ ഗൺമെൻ നമ്മുടെ ലാൻഡിൽ എൻക്രോച്ച് ചെയ്ത്, ഇതിൽ പറയുന്നുണ്ട് 2 പേര് ഇന്ത്യക്കാരുണ്ട്, ബട്ട് they have loyalty in Pakistan. അവരുടെ ഫാമിലി long before they are going to Pakistan. അവര് നമ്മുടെ രാജ്യത്ത് വന്ന് നമ്മുടെ രാജ്യത്തിലെ ആളുകളെ വെടിവെച്ച് റൗണ്ട് അപ്പ് ചെയ്ത്, എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫയർ ചെയ്ത് റൗണ്ട് അപ്പ് ചെയ്തിട്ട് മുസ്ലിംസ് ഇങ്ങോട്ടും ഹിന്ദുസ് ഇങ്ങോട്ടും മാറി നിൽക്കാൻ പറയുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് വന്നത്. അപ്പോൾ ഇത് പച്ചയ്ക്ക് പറയാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇത് നടന്ന കാര്യമാണ്. അപ്പം അങ്ങനെ അതിനകത്ത് റിപ്പോർട്ട് ഇപ്പോൾ അതിനകത്ത് മാറ്റി നിർത്തിയപ്പോൾ അതിനകത്ത് ഹിന്ദു ആയിട്ടുള്ള ഒരാൾക്ക് മനസ്സിലായി ഇത് കൊല്ലാനാണ്. ബിക്കോസ് അവരുടെ മാനറിസവും മറ്റവരോട് സംസാരിക്കുന്നതും മുസ്ലിംസ് അങ്ങോട്ട് മാറി, നിങ്ങൾ അങ്ങോട്ട് മാറ്, മറ്റവന്മാരെ അങ്ങോട്ട് ഇരുത്ത്, എൻകൗണ്ടർ ചെയ്യാനാണെന്നുള്ള രീതിയിൽ. അതിനകത്ത് ഒരു ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ അറിഞ്ഞുകൂടാ, പുള്ളിക്കാരൻ വാസ് ടെല്ലിങ് ഞാനും മുസ്ലിമാ, എന്തോ കള്ള പേരോ ഫേക്ക് നെയിമോ ഒക്കെ പറഞ്ഞു. ദെൻ ഹി വാസ് ആസ്ക്ഡ് ടു ടേക്ക് ഓഫ് ഹിസ് പാൻസ്. പാൻറ് ഊരി മുസ്ലിമാന്ന് കാണിക്കാൻ പറഞ്ഞു. അൺഫോർച്ചുനേറ്റ്ലി ഹി വാസ് നോട്ട് എ മുസ്ലിം. He was dead shot. He was dead shot at the second. അപ്പോൾ അതേപോലെ വേറെ സാധനമുണ്ട്, സോറി ഫോർ ഇന്ററപ്റ്റിംഗ്. ഒരു മൈസൂർ കോളേജ് പ്രൊഫസർ ഉണ്ട്. അപ്പം ഹീ സെൻസ്ഡ് തിങ്സ്. അയാൾ ഇതേപോലെ സാധനങ്ങൾ വന്നപ്പം ഇയാൾക്ക് മനസ്സിലായി ഇത് ടെററിസ്റ്റ് ആണ്, എൻകൗണ്ടർ ആയത്. അയാൾ ഹി ആക്ടഡ് ലൈക്ക് ഒരു മുസ്ലിം. ഇയാള് പ്രൊഫസറാ, അപ്പൊ ഈ വേഴ്സസും കാര്യങ്ങളൊക്കെ അറിയാം. ഇയാളൊരു മരത്തിന്റെ ചുവട്ടിൽ പോയി ഇങ്ങനെ അള്ളാഹുവിനെ എന്തോ വേഴ്സസ് പറഞ്ഞിട്ടിരുന്നു. ഒരാളൊന്ന് നോക്കിയിട്ടങ്ങ് പോയി, തോക്കുള്ള ഒരാള്. അപ്പോൾ ഇത് ഒരു ടാർഗറ്റഡ് അറ്റാക്ക് അല്ല എന്ന് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഞാൻ ഒത്തിരി എൻ്റെ കൂട്ടുകാരന്മാരുടെ റീൽസ് കണ്ടു. ഇത് ഹിന്ദുക്കളെ അറ്റാക്ക് ചെയ്തതല്ല, ഇതൊരു ഇന്ത്യ അറ്റാക്കാണ് എന്ന് പറയുന്നവരോട് ഞാൻ പറയുന്നതാണ്, ഗോ. എക്സാക്ട്ലി ഗൈസ്, ഞാൻ ഒരു മതവിശ്വാസിയേ അല്ല,
ഞാൻ അമ്പലത്തിലേ പോയിട്ടില്ല. എൻ്റെ മുന്നിലത്തെ പോഡ്കാസ്റ്റ് കണ്ടാലും അറിയാം, നമ്മൾ ശിവനെയും അള്ളാഹുവിനെയും നമ്മുടെ യേശുവിനെയും നിർത്തിപ്പൊരിക്കുന്ന പോഡ്കാസ്റ്റുകളാണ്. അതിനകത്ത് നമ്മൾ സയന്റിഫിക് ഞങ്ങൾ സയന്റിഫിക് കാര്യങ്ങൾ ചെയ്തിട്ട് പറയുന്ന ആളുകളാണ്. ബട്ട് ഇതുപോലെ സയന്റിഫിക് അനാലിസിസും ഡേറ്റ കൊണ്ട് ഞങ്ങൾ അനാലിസിസ് ചെയ്ത് ഒരു കൺക്ലൂഷൻ എത്തുന്ന ഒരു മെന്റാലിറ്റിയാണ് ഞങ്ങൾക്ക് കുറച്ച് പേർക്ക്. ആൻഡ് ഐ ഫെൽറ്റ് സോ ബാഡ്, നോട്ട് ബിക്കോസ് ദ ടെററിസ്റ്റ് ഡിഡ് ദിസ്, ബിക്കോസ് പീപ്പിൾ ആർ ഫൈൻഡിങ് വേസ് ടു സപ്പോർട്ട് ദം, എസ്പെഷ്യലി മുസ്ലിംസ് ബ്രോ. ഞാൻ കള്ളം പറയുന്നതല്ല. പേഴ്സണലി എൻ്റെ ഫീഡിനകത്തൊരു സ്റ്റോറി കണ്ട ഹി വാസ് ട്രൈങ്, എനിക്കറിയാം ഇൻഡയറക്ട്ലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബ്രോ. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫീഡിൽ ആരാണ് എന്താണ് എന്നൊന്നും എനിക്ക് പറയാൻ വയ്യ, ബിക്കോസ് ഓൾ ആർ മൈ ഫ്രണ്ട്സ്. ഐ സ്റ്റിൽ ലവ് ദീസ് ഗൈസ്. പക്ഷേ ഐ ടെൽ യു, ദീസ് വെർ ഓൾ ദ പീപ്പിൾ ഹൂ പുട്ട് ദ ഹാഷ്ടാഗ് ഫ്രീ പാലസ്റ്റൈൻ. ഫ്രീ പാലസ്റ്റൈൻ ഇട്ട എല്ലാവന്മാരും ഒരു മുസ്ലിം ആളുകളെ, ഒരു മുസ്ലിമിനെ വെടിവെച്ച് കൊന്നു എന്ന്, അവൻ ധീരമരണം ഏറ്റു, അവൻ സ്വർഗത്തിലെത്തി എന്ന് പറഞ്ഞ് പുകഴ്ത്തുവാണ് ഗൈസ്. അപ്പോൾ ബാക്കി മരിച്ച 20 പേരെ നിങ്ങൾ എന്താണ് ടാഗ് ചെയ്യാത്തത്? വേർ ഈസ് ദ ഫ്രീ ഇന്ത്യ പോസ്റ്റ്? എന്തുകൊണ്ട് ഗോ പാകിസ്ഥാനിൽ നിങ്ങൾ ഇടുന്നില്ല? നിങ്ങളുടെ ഗാസയിലോട്ട് ഇസ്രായേൽ കയറിയപ്പോൾ എന്തൊക്കെ പൊളപ്പാണ് കിടന്ന് കാണിച്ചത്. സത്യം എനിക്ക് ഓർമ്മയുണ്ട്, ഞാനും ഈ പൊളപ്പിട്ടിട്ടുള്ളതാ. ഐ വാസ് ഫോഴ്സ്ഡ് ബൈ മൈ മുസ്ലിം ഫ്രണ്ട്സ് എന്ന് ഞാൻ പറയുന്നില്ല, ഐ വാസ് ഫോഴ്സ്ഡ് ബൈ മൈ ഫ്രണ്ട്സ് ടു പോസ്റ്റ് ദീസ് തിങ്സ്. ഞാനും തുടക്കത്തിലൊക്കെ ഹെവി സപ്പോർട്ടായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ട്സ് കാരണവും എൻ്റെ കൂടെ നിൽക്കുന്നവരും കാരണം ഐ വാസ് എ കട്ട മോഡി ഹേറ്റർ. ഐ വാസ് trained by them. ഞാൻ ഇപ്പോഴേ ആലോചിക്കുന്നത്, fuck, I was being unconsciously being controlled by my friends, some of my friends. നമുക്ക് ഇനി അതിനെക്കുറിച്ച് പറയാം, അതിനെക്കുറിച്ച് സംസാരിക്കണം. നമ്മൾ ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് പോകും. ഗൈസ്, ഒരു കാര്യം മനസ്സിലാക്കുക, ഫ്രീഡം ക്രിസ്ത്യൻസിന് ക്രിസ്ത്യനായിട്ട് ജീവിക്കാം, മുസ്ലിങ്ങൾക്ക് മുസ്ലിമായിട്ട് ജീവിക്കാം, ഹിന്ദുക്കൾക്ക് സെക്കുലറായിട്ട് ജീവിച്ചേ പറ്റൂ എന്ന് പറയുന്ന ഈ ന്യായം ഇനി പറ്റത്തില്ല. ദർ ഈസ് എ ക്ലിയർ ഡിവൈഡ്. നിങ്ങൾ ഡിവൈഡ് ഇല്ല എന്നൊന്നും പറയണ്ട. എന്നാൽ ഞാനൊരു കാര്യം ചോട്ടെ, പള്ളിയിൽ ഒരു ഹിന്ദുവിനെ കയറ്റുവോ? ഒരു ഹിന്ദു അമ്പലത്തിൽ ഒരു മുസ്ലിമിനെ കയറ്റുവോ? ഒന്നും ഇല്ലല്ലോ. അവിടെ ഡിവൈഡ് ഉണ്ടല്ലോ. ഇതുപോലെ എല്ലായിടത്തും, എല്ലാ ഫാക്ഷൻസിലും, എല്ലാ മേഖലകളിലും ഡിവൈഡ് ഉണ്ട്. മതമായാലും ജാതി ആയാലും അമ്പലമായാലും പള്ളി ആയാലും. സോ ഓരോ കാര്യങ്ങൾ കാണിച്ചിട്ട് അതിനുശേഷം നമ്മളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് പറയുന്നതിൽ ന്യായമില്ല. അപ്പോൾ ഇനി മുതൽ എനിക്കും പൊളിറ്റിക്കൽ അലൈൻമെൻറ്റ്സ് കാണും. കാരണം അത് എൻ്റെ മാത്രം കാര്യത്തിനല്ല, ഈ രാജ്യത്തിൻ്റെ നല്ലതിന് വേണ്ടി എന്ന് പറയുന്നത് ഇത് എൻ്റെ മാത്രം വോയിസ് അല്ല. ദിസ് ഈസ് കമ്മിങ് ഫ്രം ദ യൂത്ത് ദാറ്റ് നെവർ took a side till now. I'm still an agnostic guy. ഞാനും, എനിക്കിപ്പോഴും മതമില്ല, എനിക്ക് ജാതിയില്ല, മതവുമില്ല. ഞാൻ അമ്പലത്തിലും പോകത്തില്ല. എൻ്റെ ഫ്രണ്ട്സിന് ആരോട് ചോദിച്ചാലും പറയും ഞാൻ ഒന്നിലും പോകത്തില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ, ഞാൻ ഹിന്ദുവായിട്ട് ജനിച്ച ആളാണ്, ഞാൻ കൂട്ടുകാരുടെ കൂടെ പള്ളിയിലും പള്ളിയുടെ വെളിയിലും പോയി പള്ളിച്ചോറും പള്ളി ബീഫും ക്രിസ്ത്യാനികളുടെ കൂടെ പള്ളിയിലും കയറി യേശുവിനെയും പ്രാർത്ഥിച്ച് അമ്പലത്തിലും കയറി നടന്ന് പായസവും നിന്ന് പോകുന്ന ഒരു പയ്യനാണ്. പക്ഷേ നൗ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഹിന്ദു പയ്യന്മാരാണ് ഇതുപോലെ, ക്രിസ്ത്യൻ പയ്യന്മാരോ ക്രിസ്ത്യൻ പെണ്ണുങ്ങളോ ഇതുപോലെ അല്ല, മുസ്ലിം പയ്യന്മാരും മുസ്ലിം പെണ്ണുങ്ങളും ഇതുപോലെ അല്ല. അവിടെ വേറെ സംഭവം ഉണ്ട്. മെജോറിറ്റി ഓഫ് ഒരു സ്ഥലത്ത് ഇപ്പോൾ പോകണം ആലോചിച്ച് നോക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ, ഞാൻ ക്രിസ്ത്യൻസിനെ അങ്ങനെ പറയുന്നില്ല. ക്രിസ്ത്യൻസ് ഇച്ചിരി കൂടെ വേറൊരു കൾച്ചറും വേറൊരു സാധനത്തിൽ അക്കോമഡേറ്റീവ്. ക്രിസ്ത്യൻസ് ദേ ആർ ഹൈലി കളക്റ്റീവ് an organization, but they never resort to terrorism or violence. You will never see a Christian guy wearing a konda with a gun on the streets. You will never see a sadhu wearing khaki and mala and bhasmam in the street with a gun. But you see some other people. Why എന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. എന്തുകൊണ്ട്? ഈ കഴിഞ്ഞ ആഴ്ച ഞാനും ഇവരും കൂടെ കാശ്മീരിൽ ട്രിപ്പ് പോകണ്ടോ എന്നൊക്കെ ആലോചിച്ചിരുന്നതാ. ഓൾമോസ്റ്റ് ബുക്ക് ടിക്കറ്റ്സ്. യെസ് ബ്രോ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരാളോ നിങ്ങളുടെ അനിയനോ ചേട്ടനോ അച്ഛനോ അമ്മയ്ക്കോ എന്തെങ്കിലും പറ്റുമ്പം മാത്രം സംസാരിക്കുന്ന കാലം മാറ്റുക. അങ്ങ് പാലസ്തീനിൽ നടക്കുന്ന വെടിവെപ്പിന് ഇവിടാണ് ബോംബ് പൊട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി പെഹൽഗാമിൽ നടക്കുന്ന വെടിക്ക് ഞങ്ങൾ ഇവിടെ കേരളത്തിൽ പൊട്ടിക്കാൻ തുടങ്ങും. വേറെ തന്നെ ഉണ്ട്. അത് ഇനി ഇപ്പൊ എന്നെ ട്വിറ്ററിൽ കണ്ടേ, മലപ്പുറത്ത് എവിടെയൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്തൊരു റാലി നടന്ന്. എനിക്കത് 100% ഉറപ്പല്ല, ട്വിറ്ററിൽ ഞാൻ കണ്ടേ. മേ ബി ഡേറ്റ് ബാക്ക് ചെയ്തൊരു സാധനമായിരിക്കും. അത് മറ്റേ വാക്കഫിന്റെ കാര്യം വന്നതില്. ബ്രോ, ഇതിനെപ്പറ്റി ഞങ്ങൾ പഠിച്ചു. കാരണം ഇത്രയും നാൾ ഞാൻ വിശ്വസിക്കുന്ന കാര്യമേ അല്ല. എനിക്ക് ഇപ്പോഴും അറിയാം, മുസ്ലിംസ് എന്ന് പറയുന്നത് വളരെ, ഞാൻ പറയാം, പീസ്ഫുള്ളും സമാധാനപരമായിട്ട് ജീവിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഞാൻ ഇത്രയും നാൾ വിചാരിച്ചത്
ഇത് വെസ്റ്റേൺ മീഡിയയുടെ പ്രൊപ്പഗാൻഡയാണ്. കാരണം എവിടെ ബോംബ് കിട്ടിയാലും നമ്മൾ ഫോട്ടോ കാണുന്നത് ഒരു താലിബാൻകാർ ഒരു താടിയൊക്കെ വെച്ച് തലയിലൊക്കെ വെച്ച്. ആൻഡ് ഐ സ്റ്റിൽ വാണ്ടഡ് ടു ബിലീവ് ഇറ്റ് വാസ് പ്രൊപ്പഗാൻഡ അൺടിൽ ലാസ്റ്റ് വീക്ക്. ഡൗട്ടുകൾ ഉണ്ടായിരുന്നു, പഠിക്കുന്നുണ്ടായിരുന്നു. വഖഫിനെ പറ്റി കേട്ടപ്പോൾ ഐ വാസ് ലൈക്ക് വാട്ട് ദ ഫക്ക് ഈസ് വഖഫ്. ഞാൻ വേറൊരു കാര്യം പറയണ്ട, അതിനെപ്പറ്റി ഇപ്പൊ പറയും. ഇതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഞാനിപ്പം ഇപ്പൊ ഒരു കാര്യം ഞാൻ പഠിക്കുമ്പോൾ ഐ ഹാവ് ടു ബി പ്രസന്റ് വിത്ത് ഡേറ്റ ആൻഡ് സ്റ്റാറ്റ്സ്. നെയിം എ സിംഗിൾ കൺട്രി. ഇപ്പൊ എനിക്ക് നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടില്ല, നെയിം എ സിംഗിൾ കൺട്രി ദാറ്റ്സ് 50% പോപ്പുലേഷൻ ഒരു മുസ്ലിം റിലീജിയൻ ആയിട്ടുള്ള സിംഗിൾ കൺട്രി ദാറ്റ് ഈസ് പീസ്ഫുള്ളി ഡെമോക്രാറ്റിക്. ക്യാൻ യു നെയിം വൺ? നോ, സോറി. പീസ്ഫുള്ളി യമൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, എന്തിനാ സീഷൽസിനകത്ത് ഇപ്പൊ മെജോറിറ്റി അവിടെ അടി. ഒരു ആകെ ഉള്ളത് എന്താ പറയുക സൗദി, UAE. അവിടെ ഡെമോക്രാസി അല്ലല്ലോ, അവിടെ മാത്രമേ ഉള്ളൂ. ഞാൻ എല്ലാം നോക്കി, ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ദർ ഇസ് നോട്ട് എ കാരണം എന്താ അറിയോ, ദ മൊമെന്റ് ഒരു സൊസൈറ്റിയിൽ 50% കൂടുതൽ പോപ്പുലേഷൻ ഒരു പെർട്ടിക്കുലർ മുസ്ലിംസ് ആകുമ്പം ദ ഫസ്റ്റ് തിങ് ദേ ഡു ഇസ് ദേ റീറൈറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അക്കോർഡിംഗ് ടു ദർ ശരിയ. അപ്പം ബാക്കി ഉള്ള ഏതൊക്കെ റിലീജിയൻസിനുണ്ടോ അവരൊക്കെ എല്ലാം ഇവിടെ അക്കോമഡേഷൻ, നേച്ചർ എന്ന് പറഞ്ഞ സാധനമില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ത്യ എടുക്കുക. ഐ ബിലീവ് ഇന്ത്യയിലാണ് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആൻഡ് പീസ്ഫുൾ മുസ്ലിംസ് ജീവിക്കുന്നത്. 100%. ഇന്ത്യയിലാണ് ഏറ്റവും നല്ല മുസ്ലിംസും ഉള്ളത്. അതെ അതെ അതെ, 100%. ഞാൻ മതം പറയുന്നതല്ല, ഞാൻ ഇതുവരെ ഒരു പന്ന മുസ്ലിമിനെ ഞാൻ കണ്ടിട്ടില്ല. ഞാനും എന്റെ കോളേജിലെ ഫ്രണ്ട്സ്, എന്റെ സ്കൂളിലെ ഫ്രണ്ട്സ്, ഞാൻ വർക്ക് ചെയ്ത ഇവിടുത്തെ ഫ്രണ്ട്സ്, ഞാനിപ്പം ജോലി ചെയ്യാൻ പോകുന്ന ഇവിടുത്തെ ഫ്രണ്ട്സ്, ഞാനൊരു ബിസിനസ് എൻഡോർ തുടങ്ങാൻ പോകുമ്പോൾ എന്റെ കോണ്ടാക്ട് ദേ ആർ ജെം പീപ്പിൾ. അല്ല, ദേ ഡോണ്ട് കെയർ അബൌട്ട് മതം അതൊന്നുമില്ല. അവര് തന്നെ പറയുന്നത് എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നത്, എന്തിനാണ് ഈ ഡിവൈഡ്. അത് ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് എനിക്കറിയാം ഈ ഒരു ടെററിസം നടന്നപ്പോഴേ അല്ല, ഈ ജെന്യൂനിറ്റി ആണ് ഇതിന് പിറവിൽ നിന്ന് വർക്ക് ചെയ്യുന്നവർ ഉപയോഗിക്കുന്നത്. എക്സാക്ട്ലി ബ്രോ, ഇത് ഒരു ഹിന്ദു മുസ്ലിം ഹേറ്റിലേക്ക് വന്നു പോവുകയാണ്. ഞാൻ ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഇറ്റ്സ് ഹാർഡ് ടു സ്പീക്ക്. ഇത് പതച്ച് വിടുന്നവന്മാര് ഈ മതത്തിൽപ്പെട്ടവരാണെന്നാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഹേറ്റ് കാരണം ഒരു ടെററിസ്റ്റ് വന്ന് അവിടെ പഹൽഗാം, ഇതിനെ കുറിച്ച് സംസാരിച്ചാൽ ഭയങ്കര ഒരു അതെ, നമുക്ക് പഹൽഗാമിനെ കുറിച്ച് സംസാരിക്കുമ്പം പിന്നെ വേറെ കാര്യമുണ്ട്. ടെററിസ്റ്റുകളാണ് അറ്റാക്ക് ചെയ്ത, പാകിസ്ഥാൻ ഒരു ഇൻവോൾവ്മെന്റും ഇല്ലെന്ന് പറയുന്നവരുടെ അടുത്ത് പറയാനുള്ള അവരുടെ തോക്ക് ഏതായിരുന്നു? അവരുടെ തോക്ക് റഷ്യൻ AK-47 പണ്ട് 30-40 വർഷം മുന്നേ ഉള്ളതും, പിന്നെ M4 കാബ്രീൻ. അതാരാ? US PUBG ഒക്കെ കളിക്കുന്നവർക്ക് അറിയാം വാട്ട് ഈസ് M4 കാബ്രീൻ. US മിലിറ്ററി പാകിസ്ഥാന് ട്രെയിനിങ്ങിനും വേണ്ടി കാര്യങ്ങൾക്ക് കൊടുക്കുന്നത്, പാകിസ്ഥാൻ മിലിറ്ററിക്ക്. ആൻഡ് അതിനകത്ത് ആ താടിയുള്ള മച്ചാന്റെ പേരുണ്ടല്ലോ, ഹി വാസ് ആൻ എക്സ് മിലിറ്റന്റ് ഓഫ് ദ ആർമി ബൈ റെക്കോർഡ്സ്. എക്സ് മിലിറ്റന്റ് അല്ല, എന്ത് ഹൈ പൊസിഷൻ ഉള്ള ഒരു മച്ചാനാ ബൈ റെക്കോർഡ്സ് ആൻഡ് ഡേറ്റാസ്. അതെ, പട്ടാളത്തില് എന്താ പറയണ, ആൾക്കാരെ സേവ് ചെയ്യേണ്ട ആളാണ്. അവനാണ് റോഡിൽ ഇറങ്ങി 28-26 ആൾക്കാരെ ഒരു റിലീജിയന്റെ പേരിൽ കൊന്നൊടുക്കുന്നത്. ഗൈസ്, ആകെ പറയാനുള്ളത് സ്റ്റോപ്പ് സപ്പോർട്ടിങ് ടെററിസം ആൻഡ് പാകിസ്ഥാൻ ടെററിസം. ഇഫ് നമ്മുടെ കൂട്ടത്തില്, നമ്മളെന്ന് പറയുന്നത് ഇന്ത്യക്കാരുടെ കൂട്ടത്തില് പകുതി പേര് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്താൽ ആ സപ്പോർട്ട് ചെയ്യുന്നവരെ ബാക്കി പകുതി പേർ വെറുക്കാൻ തുടങ്ങും. സത്യം. അതേത് പകുതി, എന്ത് പകുതി എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഞാൻ ഇതൊക്കെ പറയാൻ കാരണം, ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ഫുള്ള് ഫ്ലഡ് ചെയ്യുന്നത് പ്രൊപ്പഗാൻഡയാണ്. ഞാൻ ഇതുവരെ ഒരു ആൻറ്റി മുസ്ലിമോ ആൻറ്റി ഹിന്ദുവോ ആൻറ്റി ക്രിസ്ത്യനോ പേജുകൾ ഫോളോ ചെയ്യുന്നില്ല. ബട്ട് ഓൾ ഐ സീ ഈസ് വീഡിയോസ് ഓഫ് ഇന്ത്യൻ മുസ്ലിംസ്. എന്താ പറയുന്നത്, അവര് ഭാരത് മാതാ കി ജയ് വിളിക്കത്തില്ല. അവര് നാഷണൽ ആന്തം വരുമ്പോൾ എണ്ണീറ്റ് നിൽക്കത്തില്ല. അവര് ഇന്ത്യയുടെ കൊടി കീറുക. ഈ പ്രൊപ്പഗാൻഡ പുഷ് ചെയ്യുന്ന മനഃപൂർവ്വം. അതെ, ഈ പ്രൊപ്പഗാൻഡ എൻ്റെ ഫീഡില് വരണമെങ്കിൽ തിങ്ക് ഹൗ മച്ച് പീപ്പിൾ ആർ ട്രൈയിങ് ടു പുട്ട് ഔട്ട് ദീസ് ഹേട്രഡ് ഇൻ ടു സോഷ്യൽ മീഡിയ. അതേപോലെ നിങ്ങളിപ്പോ പറയും നമ്മൾ എന്ത് തപ്പുന്ന അതാ ഫീഡ് ചെയ്യുന്നത്. No guys, അതിനെ കുറിച്ച് ഞാൻ ടെക് റിവ്യൂവർ ആൻഡ് ആൽഗോരിതം ഇസ് ആക്ച്വലി എൻഫോഴ്സ്ഡ്. ബ്രോ, നമ്മൾ വിചാരിക്കുന്നതല്ല നമുക്ക് വരും. നമ്മൾ സെർച്ച് ചെയ്യുന്ന പോലത്തെ കാര്യങ്ങൾ ഇപ്പൊ ഫീഡിൽ 30 എണ്ണം ഉണ്ടെങ്കിൽ 10 എണ്ണം അതായിരിക്കും, ബാക്കി 20 എണ്ണവും അജണ്ടയാണ്. ഞാൻ കാര്യം പറയട്ടെ, എക്സാമ്പിൾ പറയാം. ഇതുപോലെ തന്നെ ഈ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുന്നേ, ടോപ്പിക്കിൽ നിന്ന് മാറുകയാണ്, ഫുൾ ഗ്രേയിലോട്ട് പോകണ്ടല്ലോ നമുക്ക്. ജിംഖാന സിനിമ ഇറങ്ങിയത് ഓർമ്മയുണ്ടോ? ജിംഖാന സിനിമ ഇറങ്ങിയതിന്റെ അന്ന് കേരളത്തിൽ ആർക്കുണ്ട് ജിംഖാനയുടെ ഇടി റീൽ വരാത്ത ആരെങ്കിലും ഉണ്ടോ? പുഷ് ചെയ്തേ ആൽഗോരിതം. അതുപോലെയാണെന്ന് പറയാൻ വേണ്ടി മാത്രം കൊണ്ടുവന്ന ഒരു എക്സാമ്പിൾ ആണ്. ഐ ഹേറ്റ് ജിംഖാന. എനിക്ക് നസ്ലിൽ നിന്ന് ഇടിക്കുന്നതാണ് എനിക്ക് ഇഷ്ടമല്ല.
അത് ഞാൻ എല്ലാം കാണുമ്പോൾ നോട്ട് ഇൻട്രസ്റ്റഡ് അടിച്ചു കൊടുക്കും. ഞാനൊരു 30 വട്ടം നോട്ട് ഇൻട്രസ്റ്റഡ് അടിച്ചു കൊടുത്താൽ അടുത്ത ദിവസം രാവിലെ എണീക്കുമ്പം എൻ്റെ ഫീഡിൽ 30 എണ്ണത്തിനകത്ത് ഒരു 10 എണ്ണം ആനിമെ, ഒരു 5 എണ്ണം ക്രിക്കറ്റ്, പിന്നെ 5 എണ്ണം കുറച്ച് ടിക്ടോക്കും, ബാക്കി 10 എണ്ണം നസ്ലിനും വേറൊരു പെണ്ണും. അയാളെ വാണ് സീ ദിസ് എന്ന് എത്ര വട്ടം ആൽഗരിതത്തിനോട് പറഞ്ഞാലും. പക്ഷെ അതെന്ന് പറയുമ്പോൾ അവർ അത്രയും പൈസ കൊടുത്ത് പുഷ് ചെയ്യുന്നതിന്റെ. അപ്പോ അതാണ് ഞാൻ പറഞ്ഞത്, അത്രയും പൈസ കൊടുത്ത് ഈ ആന്റി മുസ്ലിം ഹേറ്റും പുഷ് ചെയ്യുന്നുണ്ട്. അത് ആരാണ് പുഷ് ചെയ്യുന്നത്? ഇറ്റ്സ് പുഷ്ഡ് ബൈ മുസ്ലിംസ് പാകിസ്ഥാൻസ്, മുസ്ലിം ലീഡേഴ്സ് ഇൻ പാകിസ്ഥാൻ. നിങ്ങൾ അത് മനസ്സിലാക്കണം. അവരുടെ അൾട്ടിമേറ്റ് ഗോൾ ഈസ് ടു ഹാവ് ഡിവിഷൻ. യെസ്, their ultimate goal is to have Hindus and Muslims divided, and I am telling you it's working. എനിക്ക് തോന്നുന്നു ദിസ് ടെൻഷൻ വിൽ റിസോൾവ് ഇൻ ഫോർമേഷൻ ഓഫ് ബലൂചിസ്ഥാൻ ഉടനെ വരും. ബലൂചിസ്ഥാൻ എന്താന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ തന്നെ ഒരു കോർണറിൽ, നമ്മുടെ വെസ്റ്റേൺ കോർണറാന്ന് തോന്നുന്നു, അവിടെ ഒരു സെപ്പറേറ്റിസ്റ്റ് ഗ്രൂപ്പ് എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഫ്രീഡം ഫൈറ്റേഴ്സ് എന്ന് പറയാം, പാകിസ്ഥാന്റെ രീതിയിൽ ടെററിസ്റ്റ് എന്നും പറയാം. സത്യം, അങ്ങനെയും പറയാം. ഇപ്പം പാകിസ്ഥാന്റെ വേറൊരു പ്രൊപ്പഗണ്ട എന്ന് പറഞ്ഞാൽ, ഗൈസ്, ആസ് മച്ച് ആസ് ഐ ലവ് മൈ പീപ്പിൾ, എൻ്റെ ഇന്ത്യക്കാരെ 28 സഹോദര ബ്രദേഴ്സിനെ കൊന്നൊടുക്കി, ഐ ഡോണ്ട് വോണ്ട് ദിസ് ടു എസ്കലേറ്റ് ഇൻ ടു വാർ. ഇച്ചിരിയിലും ജിയോ പൊളിറ്റിക്കൽ വിവരമുള്ളവർ, ഇച്ചിരിയിൽ വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, പ്ലീസ്, ഇന്ത്യ അവരുടെ പീക്ക് ടൈമിലേക്ക്, ആൻഡ് ചൈനയും ടർക്കിയും എല്ലാ രാജ്യങ്ങളും ദേ വോണ്ട് us down. ഗൈസ്, എനിബഡി ഹു ഈസ് പ്രേയിങ് ഫോർ വാർ, പ്ലീസ് ടേക്ക് യുവർ ഹാൻഡ്സ്. സത്യം. കാരണം അത് ചെയ്യാൻ പാടില്ല. കാരണം കഴിഞ്ഞ 1000 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ 500-1000 വർഷങ്ങൾക്ക് ശേഷം ദരിദ്ര രാജ്യമാവാതെ ഇന്ത്യ നിൽക്കുന്നത് ഇപ്പോഴാണ്. സത്യം. ഈ ഒരു 10-15 കൊല്ലമായിട്ടാണ് ഇന്ത്യ ഒരു ദരിദ്ര രാജ്യം എന്ന ടൈറ്റിൽ നിന്ന് മാറിയേക്കുന്നത്. നമ്മൾ 3rd ലാർജസ്റ്റ് എക്കോണമി ആവുന്ന ആർക്കും 4th ലാർജസ്റ്റ് എക്കോണമി ആയി കഴിഞ്ഞു. നമ്മൾ അത് പേപ്പറിൽ വന്നിട്ടില്ല എന്നേ ഉള്ളൂ. കഴിഞ്ഞ 5-6 മാസത്തിന് മുന്നേ 5th ലാർജസ്റ്റ് ആയി. ഈ 4th ലാർജസ്റ്റ് എക്കോണമി ഇൻ ദ വേൾഡ് ആയിട്ട് പോലും നമ്മൾ UK തടന്നു കയറി. എന്നിട്ട് പോലും ഇന്ത്യ ഈസ് പോർട്രേഡ് ആസ് എ തേർഡ് വേൾഡ് കൺട്രി ഇൻ അതർ സൈഡ്. കുറച്ചുപേര് ചോദിക്കും പെർ ക്യാപിറ്റ ഇൻകം ഇല്ല, GDP ആണ്. ഗൈസ്, we are spending way more than what Britain does in one day. അതുകൊണ്ട് ഞാൻ പറയാണ്, ഇന്ത്യ ദരിദ്ര രാജ്യം എന്ന സ്റ്റാറ്റസിൽ നിന്ന് മാറി ഇന്ത്യയിൽ കാശ് വന്നു തുടങ്ങി, ഇന്ത്യയിൽ ക്യാഷ് ഫ്ലോ വന്നു തുടങ്ങി. ഇന്ത്യയിൽ എല്ലാവർക്കും ഫുഡും ക്ലോത്ത്സും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കഴിഞ്ഞ 1000 വർഷത്തിനിടയിൽ ഒരേ ഒരു കാലഘട്ടമാണിത്. ആൻഡ് USA, ചൈന, റഷ്യ, ടർക്കി, ഫ്രാൻസ്, everybody wants India in a fucking war. Everybody wants us down. Everybody wants us down. നിങ്ങൾ ജിയോ പൊളിറ്റിൽ ഇപ്പം ഡയമണ്ട് നെക്ലസ് സ്ട്രാറ്റജി നമ്മുടെ അറിയാവുന്നവർക്ക് അറിയാം. നമ്മുടെ നേവൽ ബേസും നമ്മുടെ മെറീൻ സപ്പോർട്ട് സിസ്റ്റം ഒക്കെ എന്ത് പ്രിസൈസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്ന സമയത്താണ്. അപ്പം ഡയമണ്ട് നെക്ലസ് സ്ട്രാറ്റജിനെ കുറിച്ച് പറയണമെങ്കിൽ 1.5 മണിക്കൂർ സംസാരിക്കണം. അത് പറയുന്നില്ല, ജസ്റ്റ് ഗൂഗിൾ ഇറ്റ് ഫോർ യുവർ സെൽഫ്. നമ്മുടെ മെറീൻ ഇന്ത്യൻ ഓഷ്യനകത്ത് ഇന്ത്യ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് എങ്ങനെ ഡോമിനൻസും എസ്റ്റാബ്ലിഷ്മെന്റും വന്നതാണ്. അതിനകത്ത് അത് ചൈനയ്ക്കും അവരുടെ ഓയിൽ എക്സ്പോർട്സിനും എങ്ങനെ ത്രെറ്റായി, അതുപോലത്തെ ഒരുപാട് കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഗൈസ്, പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നവരാ അമേരിക്ക ആൻഡ് ഐ ബിലീവ് ചൈന. ബ്രോ, ചൈനയും അമേരിക്കയും ഒരേ ഒരു കാര്യത്തിനെ യുണൈറ്റ് ചെയ്യുന്നു. ചൈന, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചൈന അമേരിക്ക ട്രേഡ് വാർ, ചൈന അമേരിക്ക ന്യൂ കോൾഡ് വാർ, മറ്റേത് ടെൻഷൻ, മറ്റേത് മറിച്ചേത്. പക്ഷെ ചൈനയും അമേരിക്കയ്ക്കും യുനാനിമസ് ആയിട്ട് ഒരേ ഒരു കാര്യത്തിലെ ഒത്തൊരുമയുള്ളൂ. ഡു നോ വാട്ട് ദാറ്റ് ഈസ്? ഇന്ത്യ വളരാതിരിക്കാൻ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുക. They both support Pakistan economically and militarily. Yes. So പാകിസ്ഥാന്റെ ഇപ്പം ഇന്നലെ എനിക്ക് മറ്റേ J-20 ഫൈറ്റർ ജെറ്റ്സ് ഒരുപാട്. ബ്രോ, ചൈന ഇന്നലെ കൊടുത്തത് J-20 ഫൈറ്റർ ജെറ്റ്സ്, 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ്സ് പാകിസ്ഥാന് കൈമാറാനുള്ള കരാറെല്ലാം ആയി. Millions of dollars. Billions of dollars in a contract. And do you know what America did 2 days ago? Just a silent deal. $400 million was sent for the F-16 project in Pakistan, in Istanbul. ആരും പറഞ്ഞിട്ടില്ല. യു വാച്ച് ദ ന്യൂസ്, യു വിൽ സീ. അതേസമയം ഒരു വാർ എസ്കലേറ്റ് ചെയ്യുമ്പോൾ അമേരിക്ക നോക്കി ബില്യൺസിനായിരിക്കും വെപ്പൺ കൊടുക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ട്രംപ് വന്നിട്ട് ഈ അമേരിക്ക ജീവിക്കുന്നത് നമ്മളെ മനസ്സിലാക്കാത്ത വലിയൊരു കാര്യം, അമേരിക്കയുടെ GDP അല്ലെങ്കിൽ കിട്ടുന്ന കാശിൽ വലിയൊരു പങ്ക് വരുന്നത് വെപ്പൺ എക്സ്പോർട്ടിൽ നിന്നാണ്. They need war to get rich and survive. And this is not dystopian theory. ഇത് അതങ്ങനല്ല. അവരുടെ GDP എടുക്കുക, എന്നിട്ട് അഗ്രികൾച്ചറിൽ നിന്ന് 3% കിട്ടുന്നു. നിങ്ങളുടെ മിക്ക ഒരു റീല് കണ്ടുമായിരിക്കും, വാർ വരുമ്പോൾ ഏതൊക്കെ സ്റ്റോക്ക് മേടിക്കണമെന്ന്. ലോക്കീഡ് മാർട്ടിൻ, അതുപോലത്തെ കുറച്ച് റീൽ നിങ്ങൾക്ക് വന്നു കാണും. അതെല്ലാം അമേരിക്കൻ വെപ്പൺ ഉണ്ടാക്കുന്ന ലോക്കീഡ് മാർട്ടിൻ എന്ന് പറയുന്നത് അമേരിക്കൻ വെപ്പൺ കമ്പനിയാണ്. ലോക്കീഡ് മാർട്ടിൻ ആണ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള F-35, F-16, F-18 ഹോണറ്റ്സ് ഒക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അമേരിക്കയുടെ GDP എടുക്കുകയാണെങ്കിൽ 5% പാല്, 3% അഗ്രികൾച്ചർ, 15% എന്താ പറയുന്നത് സ്റ്റീൽ ഇൻഡസ്ട്രി, ഓയിൽ എക്സ്പോർട്ട്സ് ചെയ്യുന്ന 15%,
പക്ഷെ ഇതിനകത്തൊരു ബിഗ് ചങ്ക്, പെർസെൻറ്റേജ് എത്രയാണെന്ന് ഞാൻ കറക്റ്റ് പറയുന്നില്ല, ഐ ഡോണ്ട് നോ ദ പെർസെൻറ്റേജ് ബിക്കോസ് ഇറ്റ് വേരീസ് ഫ്രം ഇയർ ടു ഇയർ. It varies from year to year, but a big chunk of their GDP is coming from arms export. Arms export എന്ന് പറഞ്ഞാൽ മനുഷ്യരെ ദേഹത്ത് ഉണ്ടയെറിഞ്ഞ് പൊട്ടിത്തെറിപ്പിച്ച് ചിതറിക്കുന്ന ബോംബുകളും മനുഷ്യരുടെ ദേഹത്തോട്ട് കുഞ്ഞുണ്ടകൾ വിട്ട് തുളയിട്ട് കൊല്ലുന്ന ഉണ്ടകളും തോക്കുകളും പിന്നെ മനുഷ്യർ മനസ്സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങുമ്പോൾ വീട്ടിൽ ഒരു ഉണ്ട വന്ന് വീണിട്ട് പൊട്ടിത്തെറിച്ച് എല്ലാവരും ഭസ്മമാവുന്ന ബോംബുകളും വിറ്റാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് ഇത്രയും കാശുള്ളത്. ഇത്രയും എനിക്ക് തോന്നുന്നു സൈലന്റ് ആയിട്ട് നമുക്ക് നിന്ന ഓറിന്റെ ഇടയിൽ എല്ലാം പുടിൻ മാത്രമേ ഉള്ളൂ. ആൻഡ് ഐ ബിലീവ് പുടിൻ മാത്രമായിരിക്കും നമുക്കൊരു റിയൽ ഹെൽപ്പിംഗ് ഹാൻഡ് തരാൻ പോകുന്നത്. ബ്രോ, ഇഫ് ഇന്ത്യ നീഡ്സ് ഡയർ ഹെൽപ്പ്, ദ ഓൺലി വൺ country we can ask for help is Russia. And right now I don't know if Russia would engage in something because yesterday Vladimir Putin gave a statement. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവര് തീർത്തുകൊള്ളും, വെളിയിലുള്ള രാജ്യങ്ങൾ ഇടപെടണ്ട. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് എ ഗ്രീൻ സൈൻ ഓർ റെഡ് സൈൻ ഫോർ ഇന്ത്യ, ബട്ട് എയ്തർ റഷ്യ നമുക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട്, പക്ഷേ ഐ ഡോണ്ട് തിങ്ക് എനിബഡി വിൽ ഇൻവോൾവ് ഇൻ ഇന്ത്യ. കാരണം നമ്മൾ സ്കൂളിലെ ആ നല്ല കുട്ടിയാണ്, എല്ലാവരെയും പിണക്കാതെ അത്യാവശ്യം മാർക്കൊക്കെ വാങ്ങിച്ച് എല്ലാ പ്രശ്നത്തിലൊക്കെ ഉണ്ട്, പക്ഷേ എന്താ പറയുന്നത്, പാസ്സാവും, അങ്ങനെയൊക്കെ അങ്ങ് പോവും, തട്ടിമുട്ടി പോവും, എല്ലാവർക്കും ഇവനെ ഭയങ്കര കാര്യമാണ്. ബട്ട് എവ്രിബഡി സീക്രട്ട്ലി വാണ്ട്സ് ഹിസ് ഡൗൺഫോൾ. ദാറ്റ് ഈസ് ഇന്ത്യ. അതെ, അതേപോലെ ഗൈസ് പഹൽഗാം അറ്റാക്കിന്റെ റിറ്റാലിയേഷൻ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇന്ത്യൻ നേവി. അവരുടെ എന്താ പറയുക, എക്സ് ട്വിറ്റർ ഉണ്ടല്ലോ സീന. ബ്രോ, ഇന്ത്യൻ നേവി ഹാസ് ടു ഹെസിറ്റേറ്റ്. അവർ ഹാഷ്ടാഗ് എന്താ റോക്കറ്റ് ലോഡ്, ഹാഷ്ടാഗ് വെയിറ്റിംഗ് ഫോർ ഓർഡേഴ്സ്. ഞങ്ങൾ ട്വിറ്ററിൽ ഇന്ത്യൻ നേവി ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ചുമ്മാ ഫോളോ ചെയ്തിട്ടോ. ഇഫ് യു ആർ എൻ ഇന്ത്യൻ യു ഷുഡ് ഫോളോ ഇറ്റ്, ബിക്കോസ് ഇത്ര അഡ്രിനാലിൻ തരുന്ന ഒരു ഇൻസ്റ്റാഗ്രാം കാണൂല. ബിക്കോസ് പഹൽഗാം ഒക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് നമ്മളെന്ത് വിചാരിക്കുന്നത്, ഇന്ത്യൻ നേവി ഷുഡ് ബി ഫോക്കസിങ് ഓൺ സെറമണീസ്, ലോഞ്ച് സൈറ്റ്. ഇതൊന്നും അല്ല. 4 കപ്പൽ ഇങ്ങനെ അടുക്കിയിട്ടിട്ട് ലോഡ് ചെയ്ത് നിൽക്കുന്ന 4 ഡിസ്ട്രോയേഴ്സ് ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് എനി ടൈം എനിവേർ എനിഹൗ വെയിറ്റിംഗ് ഫോർ ഓർഡേഴ്സ്. അതേപോലെ മറ്റേ ഒരു ICBM പൊക്കിയിട്ട വീഡിയോ ഇല്ല, ICBM റോക്കറ്റ് ലോഡഡ് എനിവേർ എനിഹൗ ജസ്റ്റ് പോയിന്റ്. അതെ അതെ, അങ്ങനെ ട്രിഗേർഡ്. എന്നിട്ട് ഈ നിങ്ങൾ അറിയോ, ഈ INS വിക്രാന്ത് ഈ പെഹൽഗാം കഴിഞ്ഞിട്ട് 2-ന്റെ അന്ന് എന്താ പാകിസ്ഥാന്റെ എന്താ ഓപ്പൺ എക്കണോമിക് സോൺ വാട്ടർ ഉണ്ട്, അവരുടെ ക്ലോസ്ഡ് എക്സ്ക്ലൂസീവ് എക്കണോമിക് വാട്ടേഴ്സ്, അതിന്റെ വെളിയിൽ പോയി നിന്നു. ആൻഡ് ദിസ് വാസ് എ മൂവ് നോട്ട് എന്താ നമ്മുടെ ഡെലിഗേഷനോ മിനിസ്ട്രിയോ ഒന്നും അറിഞ്ഞിട്ടില്ല, ഇന്ത്യൻ നേവി വിട്ടതാ. ഇന്ത്യൻ നേവി തീരുമാനിച്ചു വി ഷുഡ് ഹാവ് സംബഡി ദെയർ എന്നും പറഞ്ഞ് ഇന്ത്യ വിട്ടു. എന്നിട്ട് അവസാനം മിനിസ്ട്രി എല്ലാം കൂടെ പറഞ്ഞു തിരിച്ചു വിട്ടതാ. ഇച്ചിരി സീനാണ്. പക്ഷെ അവിടെ ചെന്നപ്പോ വേറെ സംഭവം അറിയാം, നമ്മുടെ എയർക്രാഫ്റ്റ് കാരിയേഴ്സിന്റെ INS വിക്രാന്തിന്റെ റഡാറിൽ ഒരു സാധനം പിടിച്ച്, ചൈനയുടെ എയർക്രാഫ്റ്റ് കാരിയർ. നമ്മള് അങ്ങനെയാണ് ബാക്ക് ഔട്ട് ചെയ്തതെന്നും പറയുന്നുണ്ട്. നമ്മുടെ എന്താ അറേബ്യൻ വാട്ടേഴ്സിൽ നമ്മുടെ വിക്രാന്ത് എന്ന് പറഞ്ഞ എയർക്രാഫ്റ്റ് കാരിയറാ, നമ്മുടെ ഫ്ലോട്ടിംഗ് സിറ്റിയാണ്. ഇത് ഒരെണ്ണം കൊണ്ട് 2000 ആൾക്കാർക്ക് സ്റ്റേഷൻ ചെയ്യാൻ ഓൾമോസ്റ്റ് 43 ജെറ്റ്സ്, അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ് ആൻഡ് ഇത് ന്യൂക്ലിയർ പവേർഡ്. എന്താ ഇതിന് പറയുന്നത്, ഇതൊരു കപ്പലല്ല, ഇതിന് പറയുന്നത് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് എന്നാണ്. They act as a village. വില്ലേജ് അല്ല, they act as a country with their own laws inside. എന്ന് പറഞ്ഞാൽ എയർക്രാഫ്റ്റ് കാരിയർ നടുക്ക് വെക്കും, എന്നിട്ട് ഇവിടെ 2 ഡിസ്ട്രോയർ, 2 എന്നൊക്കെ പറയുന്നത് എന്റെ കണക്കാണ്, ഐ എം ജസ്റ്റ് കാണിച്ചു തരികയാണ്. ഇവിടെ ഡിസ്ട്രോയേഴ്സ്, ഇവിടെ ഫ്രിഗറ്റ്സ്, അപ്പുറത്ത് സർവേ ബോട്ട്സ്, ഇതിന്റെ എല്ലാ അടിയിലും സബ്മറൈൻസ്. ഇതൊന്നും പോരാതെ 2ാമത്തെ എയർക്രാഫ്റ്റ് കാരിയർ വിൽ ബി വെയിറ്റിംഗ് ഇൻ ആൻ അൺഡിസ്ക്ലോസ് ലൊക്കേഷൻ ഇൻ ദ റേഞ്ച്. അപ്പോൾ ഇതെല്ലാം കൂടെ കൊണ്ട് നമ്മൾ പോയപ്പോൾ നമ്മുടെ റഡാറിൽ ഒരു ചൈനീസ് എയർക്രാഫ്റ്റ് കാരിയർ സ്പോട്ട് ചെയ്തു, ആൻഡ് ദാറ്റ് ടു നിയർ പാകിസ്ഥാൻ. That's some news. പാകിസ്ഥാൻ എയർക്രാഫ്റ്റ് കാരിയർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചിരിക്കുന്നവരെന്ന് പറയാനുള്ള ചൈനയ്ക്കുണ്ട്. ഞങ്ങൾ പാകിസ്ഥാനെ പൊക്കുമല്ല, വി ആർ ജസ്റ്റ് ഡെലിവറിംഗ് യു ദ ട്രൂത്ത്. പാകിസ്ഥാൻ എയർക്രാഫ്റ്റ് കാരിയർ ഉണ്ട്, പക്ഷെ അതിനകത്ത് ചൈനീസ് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അതെ, അതേപോലെ തന്നെ ഗൈസ് പാകിസ്ഥാൻ F-35 ഒക്കെ ഉണ്ട്. ബ്രോ, നിങ്ങൾ ഈ പാകിസ്ഥാൻ ചൂളയാണ്. അങ്ങനെ ഈ ഞാനും കണ്ട് മറ്റേ ചപ്രി വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലും എക്സിലും ഇത് കണ്ട് പാകിസ്ഥാന്റെ റോക്കറ്റ് വർക്ക് ചെയ്യൂല, പാകിസ്ഥാന്റെ ഇത് വർക്ക് ചെയ്യും, അങ്ങനെയൊന്നും പറയരുത് ഗൈസ്. ഇത്രയും എക്കണോമിക് ക്രൈസിസിൽ നിൽക്കുമ്പോഴും, ഇത്രയും എന്താ പറയുക മിലിറ്ററി ക്രൈസിസിൽ നിൽക്കുമ്പോഴും ദേ ആർ ഓൺ എ 3-front വാർ ടിൽ നൗ. ബലോചിസ്ഥാൻ ഫ്രണ്ടിൽ അവർ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുക, അവർ അഫ്ഗാനിസ്ഥാൻ ഫ്രണ്ടിൽ കഴിഞ്ഞ 3 മാസമായിട്ട് എന്നും വെടിവെപ്പ് നടന്നുകൊണ്ടിരിക്കുക. ഇന്നലെ ജസ്റ്റ് യെസ്റ്റർഡേ 52 of the Afghan soldiers died.
എത്ര പാകിസ്ഥാൻ സോൾജേഴ്സ് മരിച്ചെന്ന് അറിഞ്ഞുകൂടാ. ഐ എം ഡാം ഷുവർ ദാറ്റ്സ് ബിലോ 10. ഈ ബലോചിസ്ഥാനിലും ഈ അഫ്ഗാനിസ്ഥാനിലും യുദ്ധം എന്ന് പറഞ്ഞാൽ ഫുൾ സ്കെയിൽ യുദ്ധമല്ല, ഡെയിലി ഷൂട്ട് ഔട്ട് ആൻഡ് ഡെയിലി ഡെത്ത്. യെസ്റ്റർഡേ ഓൺലി 52 people died. ഇത്രയും ചെയ്തുകൊണ്ടിരുന്നിട്ടും ദേ ആർ മൊബിലൈസിങ് എ ഹ്യൂജ് ആർമി ഇൻ ദി സദേൺ ഫ്രണ്ട്. ആർട്ടിലറി ഇൻക്ലൂഡിംഗ് ന്യൂക്ലിയർ ആർസണൽസ് എല്ലാം if we get into a war with Pakistan, there is no winner. Exactly. Both Pakistan and India would be destroyed. Maybe 5 minutes മുന്നേ പാകിസ്ഥാൻ ചാവുമായിരിക്കും, പക്ഷെ 5 മിനിറ്റിന് ശേഷം ഇന്ത്യയും തീരും. ഇന്ത്യ വുഡ് ബി എ ബ്രിട്ടീഷ് കോളനി, ഇന്ത്യ വുഡ് ബി എ ചൈനീസ് കോളനി. മോദി ഒരു കാര്യം എന്തെന്ന് പറഞ്ഞല്ലോ അവസാനമായിട്ട് ഒരു യെസ് ആണ്, ഞാൻ ഈ വാർ വരുമെന്ന് ഫിയർ ചെയ്തു. കാരണം എന്റെ കൂടെ ഉള്ള എല്ലാവർക്കും മാർ വേണം. സംസാരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും അടിക്കുവോ, ഇപ്പൊ അടിക്കുവോ, ഇന്ന് അടിക്കുവോ, രാത്രി അടിക്കുവോ, എന്തിന്, നമുക്ക് വരെ തോന്നിയ സമയങ്ങളുണ്ട്. പക്ഷെ ഇന്നാണ് ഞങ്ങൾക്കൊന്ന് സമാധാനമായത്. പ്രൈം മിനിസ്റ്റർ മോഡി, ഇത് എത്ര പേർക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്ന അറിഞ്ഞൂടാ. മോഡി, യു ആർ എ ഗ്രേറ്റ് മാൻ. ഐ ഡോണ്ട് ഹാവ് പൊളിറ്റിക്സ്, ഐ ഡോണ്ട് ഹാവ് റിലീജിയൻ. സത്യം, ദിസ് ഗായ് ഇസ് എ ഗ്രേറ്റ് സോൾ. അയാൾ ഇന്ന് പറഞ്ഞ ഇതെന്ന് പറഞ്ഞാൽ വി ഹാവ് വെരി ലിമിറ്റഡ് ടൈം ലെഫ്റ്റ് ആൻഡ് വി ഹാവ് ബിഗ് ഗോൾസ് ടു അച്ചീവ്. അതെ എന്നും പറഞ്ഞ് പുള്ളി നിർത്തി. എന്ന് പറഞ്ഞാൽ അത് എത്ര പേർക്ക് മനസ്സിലാവും എന്ന് അറിഞ്ഞൂടാ. ദിസ് ഈസ് എ ടാറ്റിക്സ് ടു ക്രിയേറ്റ് ദിസ് ഡിവൈഡ്. ഇന്ത്യയും മുസ്ലിംസിനെയും ഹിന്ദുസിനെയും ഡിവൈഡ് ചെയ്ത് രാജ്യം നശിപ്പിച്ച് ഒരു യുദ്ധം ഉണ്ടാക്കാൻ വേണ്ടി പാകിസ്ഥാനും അമേരിക്കയും ചൈനയും മാക്സിമം നോക്കിക്കൊണ്ടിരിക്കുക. മാക്സിമം എന്ന് പറഞ്ഞാൽ ദർ ട്രൈയിങ് ദർ ലെവൽ ബെസ്റ്റ്. അതേപോലെ തന്നെ നിങ്ങൾ ഫിനാൻഷ്യൽ ഗെയിൻ ഉണ്ടാവുന്ന പറഞ്ഞില്ലേ, ഫ്രാൻസിന് കഴിഞ്ഞ ഒരു വീക്കിൽ 56 ബില്യൺ അല്ലേ ട്രാൻസാക്ഷൻ നമ്മൾ നടത്തിയ. 6000 കോടി ഇന്ത്യൻ റുപ്പി ഫ്രാൻസിന് കിട്ടി ജസ്റ്റ് ബിക്കോസ് പഹൽഗാം അറ്റാക്ക്. എന്ന് വെച്ചാൽ 6000 കോടി രൂപ ഇന്ത്യൻ റുപ്പി. ഞാനും നിങ്ങളും ഇവനും ഈ ക്യാമറയും ഈ യൂട്യൂബും ഈ ലാപ്ടോപ്പും എല്ലാം നമ്മൾ ഇട്ടേക്കുന്ന ഉടുപ്പും എല്ലാം വാങ്ങിക്കുന്നതിനകത്തുനിന്ന് 5-10 രൂപ ടാക്സ് കൊടുത്ത് 6000 കോടി രൂപ നമ്മുടെ ഇന്ത്യൻ സർക്കാർ സേവിച്ച് വെച്ചേക്കുക. നമുക്ക് പാലവും, നമുക്ക് ഫുഡും, നമുക്ക് അഗ്രികൾച്ചറും, നമുക്ക് സോളാർ പവറും, നമുക്ക് കറണ്ടും ഒക്കെ ഉണ്ടാക്കാൻ വെച്ചതിനകത്തുനിന്ന് 6000 കോടി രൂപ, 6000 അല്ല 60,000, 60,000 കോടി രൂപ ഒരു ദിവസം എടുത്ത് ഫ്രാൻസിന് കൊടുക്കേണ്ടി വന്നു. കൊടുത്തതിൽ കുറ്റം പറയാൻ പറ്റത്തില്ല. അതാണ് സിറ്റുവേഷൻ ഫോർ ജസ്റ്റ് 23 ജെറ്റ്സ്. അതേപോലെ തന്നെ ഞാൻ ഈ ജെറ്റ്സിന്റെ കാര്യം വെച്ചിട്ട് ഡീപ് ഡൗൺ ഉണ്ട് സ്റ്റഡി ചെയ്ത്. നമ്മുടെ ഇന്ത്യയിലല്ല ഇൻഡിജീനിയസ് തേജസ് വരും എന്ന് പറഞ്ഞ്, ബട്ട് ഇറ്റ്സ് നോട്ട് കമ്മിങ് സൂൺ. അതിന്റെ യു നോ ദ റീസൺ. തേജസിന്റെ പ്രൈമറി എഞ്ചിൻ യുഎസിന്റെ നമ്മുടെ ലോക്കീഡ് മാർട്ടിൻ ആണ് കൊടുക്കുന്നത്. ആൻഡ് ദേ ആർ ഡിലേയിങ് ഇറ്റ് ഫോർ നോ റീസൺ. യെസ്, അവർ കൊടുക്കുന്നില്ല. ദേ ഡോണ്ട് വാണ്ട്, നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ജെറ്റ് വേണ്ട, അവർ സമ്മതിക്കുന്നില്ല. എന്നിട്ട് ഇവര് ഇത് സംഭവിക്കാൻ വേണ്ടി ഇത് അമേരിക്കക്ക് കൊടുത്തത് കോൺഗ്രസ് ഗവൺമെന്റാ പണ്ട്. അപ്പോ അന്നേ മറ്റേ ഗവൺമെന്റ് പറഞ്ഞതാ ഇവർക്ക് കൊടുക്കരുത്, കാരണം ഊമ്പിക്കുമെന്ന്. ഇവര് കൊടുക്കാൻ വേണ്ടി വളരെ ചീപ്പായിട്ടുള്ള സാധനം ഓഫർ ചെയ്തു. ആൻഡ് ദ ഡീൽ വാസ്, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 200 എഞ്ചിനാണ് നമ്മൾ ഓർഡർ ചെയ്തതെങ്കിൽ 4-5 എണ്ണമാണ് വന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും പതുക്കെ കൊടുക്കുന്നില്ലേ. നോ, ഇറ്റ് ഈസ് ലോങ് ഡ്യൂ. അതെ, സമയം കഴിഞ്ഞു. 200 എണ്ണം തരേണ്ട സമയം കഴിഞ്ഞു. ഇതുവരെ 200 എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു എസ്റ്റിമേറ്റ് പറയാം. 200 എണ്ണവും തരേണ്ട സമയം കഴിഞ്ഞു, പക്ഷെ 4-5 എണ്ണേ തന്നിട്ടുള്ളൂ. സമയം ചോദിക്കുമ്പോൾ എന്നാ ഒരു കാര്യം ചെയ്യും, ഒരു 4.5 ബില്യണും കൂടെ ഞങ്ങൾ പ്രൊഡക്ഷൻ സ്പീഡ് ആക്കാന്ന്. അതെ, പക്ഷേ ലോക്കീഡ് മാർട്ടിൻ ഇസ് ഡൂയിങ് നത്തിങ്. അതേപോലെ തന്നെ ഇൻഡിജീനിയസ് ആയിട്ട് നമുക്കിപ്പം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നിൽക്കുന്ന ഇൻസാസിന്റെ കണക്കൊരു തോക്ക് മാത്രമേ ഉള്ളൂ. അല്ലാത്ത ബാക്കിയുള്ള കാര്യങ്ങളും ഓർ വരുമ്പോൾ സിഗിന്റെ ഉള്ളൂ. എനിക്ക് ഫ്രാൻസോ ജർമ്മനി എന്തോ അല്ലേ, ഏതാ, ബെൽജിയം ആണോ, അവരുടെ നോക്കി ഇപ്പം വലിയ തോതിന് നമ്മൾ ഈ കഴിഞ്ഞൊരു 1 year ബാക്ക് വലിയ തോതിന് ഒരു ലോങ് റേഞ്ച് റൈഫിൾസ് ഇഷ്ടം പോലെ ലോങ് റേഞ്ച് റൈഫിൾസ് AR ഇഷ്ടം പോലെ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. ആൻഡ് പാകിസ്ഥാൻ വാസ് പ്രിപ്പയറിംഗ് ദിസ് ഫോർ months, years man. Yeah, they want ipo exact point, and Pakistan want a provocation. നമ്മുടെ സാറ്റലൈറ്റ് ഇമേജസും കാര്യങ്ങളും ഒക്കെ ഒരുപാട് ലീക്ക് ആയെന്ന് പറയും. പാകിസ്ഥാൻ is heavily moving the artillery to the borders. Yes, they want a fight and Indian government is trying its level best to avoid. And the only way we can win this is അവരെ എക്കണോമിക്കലി വട്ടുപിടിപ്പിക്കുക. ഫോർ എക്സാമ്പിൾ ഇൻഡസ് വാലി സാധനം മുടക്കിയല്ലോ. ഐ ബിലീവ് വോർ എസ്കലേറ്റ് ആവാതെ ഇതൊരു 10 മാസം കൊണ്ടുപോകണം. ഇതുപോലെ ഞാൻ പറയുന്നത് പറയാൻ പാടില്ലാത്ത കാര്യമാണ്. സത്യം, വെള്ളം കൊടുക്കരുത്. എന്നിട്ട് വേറൊരു കാര്യം കൂടെ ചെയ്യണം. നിങ്ങൾക്ക് വെള്ളം നിങ്ങൾ പറയുന്ന ദിവസം തരാം, പക്ഷേ എവറി ടെററിസ്റ്റ് ദാറ്റ് ഹസ് എവർ അറ്റാക്ട് ഇന്ത്യ ആൻഡ് ഓൺ ഇന്ത്യസ് ടെറർ ലിസ്റ്റ് ഷുഡ് ബി ഹാൻഡ് ഓവർ ടു ഇന്ത്യ. നമ്മൾ ലിസ്റ്റ് എടുത്തിട്ട് സത്യം ഇത് തരുന്നതിന്റെ അന്ന് വെള്ളവും തരാം, നിങ്ങൾക്ക് അരിയും തരാം,
പക്ഷെ നിങ്ങൾക്ക് ചോറ് തരുന്നതിന്റെ കൊത്തി കയറി വെടി വെക്കാൻ പാടില്ല. വേറെ സംഭവം ഉണ്ട്. സോറി ഗൈസ്, ഇമോഷണൽ ആയി പോയി. വേറെ സംഭവം എന്ന് വെച്ചാൽ പാകിസ്ഥാനിലെ ട്രേഡ് ലൈസൻസ് എല്ലാം കട്ട് ചെയ്തല്ലോ, ട്രേഡും കാര്യങ്ങളും. ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യാൻ പാകിസ്ഥാൻ റെസിഡൻസിനെയാണ്. കാരണം എന്താ പറയുക, പാകിസ്ഥാനിലെ 50 to 60% ഓഫ് മെഡിസിൻ ഇന്ത്യ അങ്ങോട്ടാണ് കൊടുക്കുന്നത്. ആൻഡ് സി അവിടുത്തെ പ്രൈം മിനിസ്റ്റേഴ്സിനും MLA-ക്കും പൊളിറ്റീഷ്യനും എല്ലാം ലണ്ടനിൽ പോയി ചെക്കപ്പ് ചെയ്യാം. സാധാരണക്കാരാ തയ്യാൻ പോണേ. അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. സോ പഹൽഗാം അറ്റാക്കിലേക്ക് നമ്മൾ തിരിച്ചു വരുവാണെങ്കിൽ ഞങ്ങൾ ഇത്രയും കൺസ്ട്രക്റ്റീവ് എവിഡൻസോടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മിലിറ്റന്റ് ഓപ്പറേഷൻ. എടാ, എന്നിട്ട് അത് മാത്രമല്ല, ഫോക്സ് ആണോ ABC ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പാകിസ്ഥാൻസ് ഫോറിൻ മിനിസ്റ്റർ വാസ് ടോക്കിംഗ് ടു ഫോക്സ് ന്യൂസ്. ഫോക്സ് ആണോ, പ്ലീസ് ക്ലിയർ ഇറ്റ് ഗൈസ്, നിങ്ങൾ ഇങ്ങനെ അടിച്ചാൽ മതി. പാകിസ്ഥാൻസ് ഫോറിൻ മിനിസ്റ്റർ അഡ്മിറ്റിംഗ് അബൌട്ട് ടെററിസം. CNN ഫോക്സോ ആണ്. ആൻഡ് ദ റിപ്പോർട്ടർ വാസ് ആസ്കിങ്, പാകിസ്ഥാന് ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്നത് ബാക്ക് ചെയ്യുന്നത് തെളിവുണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെന്ന്. ആൻഡ് ഇംഗ്ലീഷ് റിപ്പോർട്ടർ, ഷി വാസ് എ ബ്രിട്ടീഷ് ഓർ അമേരിക്കൻ റിപ്പോർട്ടർ, ട്രൈയിങ് ടു പുട്ട് പാകിസ്ഥാൻ ഓൺ എ ഹാർഡ് സ്പോട്ട്. ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്താ ടെററിസം ബാക്കപ്പ് ചെയ്യുന്നതാണല്ലോ റിപ്പോർട്ട്, അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്. ഹിസ് റെസ്പോൺസ് ഫ്രം ദി പ്രസന്റ് ഡേ പാകിസ്ഥാൻ, ഇത് 2 days ago നടന്ന സംഭവമാണ്, ഇത് പണ്ടത്തെ കാര്യമാണെന്ന് വിചാരിക്കരുത്. പാകിസ്ഥാന്റെ ഫോറിൻ സെക്രട്ടറി അല്ല മിനിസ്റ്റർ പറയുന്നതാണ്, യെസ് വി ഹാവ് ബീൻ ഡൂയിങ് ദിസ് ഡേർട്ടി ടെററിസ്റ്റ് വർക്ക് ഫോർ ദ ലാസ്റ്റ് 30 years ഫോർ അമേരിക്ക ആൻഡ് ബ്രിട്ടൻ. ഇതിലും വലിയ കൺസ്ട്രക്റ്റീവ് എവിഡൻസ് വേണം. അത് ഇന്ന് ഇന്ത്യയുടെ ഡെലിഗേഷൻ UN പോയിട്ട് പറഞ്ഞു, എന്താ പാകിസ്ഥാൻ ഫോറിൻ മിനിസ്റ്റർ ഇത് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു, എന്താ ആരും ഒന്നും കേസ് എടുക്കാത്തത്, എന്താ പാകിസ്ഥാൻ പ്രസിഡന്റിനെ ജയിലിൽ ഇടാത്തത്, എന്താണ് ഫോറിൻ മിനിസ്റ്ററിനെ അന്വേഷണത്തിന് വിധേയമാക്കാത്തത് എന്ന് ചോദിച്ചു. ആൻഡ് ദ UN വാസ് സിറ്റിംഗ് there like a duck. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ഒരു 10 മാസം അല്ലെ 15 മാസം മുന്നേ UN സെക്യൂരിറ്റി കൗൺസിലിലേക്ക് ഇന്ത്യ യുനാനിമസ്ലി വിൻ ചെയ്തപ്പം വീറ്റോ പവർ ഉപയോഗിച്ച് അമേരിക്ക തടഞ്ഞത്. UN സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറഞ്ഞാൽ UN ടോപ്പ് 5 രാജ്യങ്ങളിൽ ചൈനയും ഇന്ത്യ ബാക്ക് ചെയ്തു. ചൈനയും പറഞ്ഞു ഓക്കെ കേറട്ടെ, ഏഷ്യൻ രാജ്യം വേണം. UN എന്ന് പറയുന്ന ഈ വൃത്തികെട്ട സാധനം ഇമോഷണൽ ആവുന്നുണ്ട് കുറച്ച്. അമേരിക്കസ് ഡേർട്ടി ബിച്ച് ആണ് UN യൂറോപ്പും. ഗൈസ്, ഇഫ് യു ആർ യൂറോപ്പ്, യു ആർ ദ ബാഡ് ബിച്ച് ഓഫ് അമേരിക്ക. അത് പോട്ടെ, ഈ UN എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് എന്നാണ് അതിന്റെ പേര്. അന്താരാഷ്ട്ര രാജ്യങ്ങൾ ഒന്നിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പോപ്പുലേഷനും ഏറ്റവും കാര്യമുള്ള കോണ്ടിനെന്റ് ഓർ ദ കൾച്ചർ ഈസ് ആഫ്രിക്ക. ലോകത്തിന്റെ 1/5 അല്ലെങ്കിൽ 1/4 റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ആളുകളാണ് ബ്ലാക്ക് ആഫ്രിക്കൻസ്. കളർ പറയും, കാരണം അവർക്ക് കളറുണ്ട്. നമ്മൾ ബ്രൗൺ ആണ്, അവർ ബ്ലാക്ക് ആണ്, അമേരിക്കൻസ് വൈറ്റ് ആയിട്ടിരിക്കുന്നു. ഞാൻ ഇവിടെ റേസിസം പറയുന്നതല്ല, ഞാൻ ഡിവിഷൻ പറയുന്നതാണ്. ദീസ് ആർ റിയൽ തിങ്സ്. റേസിസം എന്ന് പറയുന്ന സാധനം പാടില്ല. പക്ഷേ ഡസ് ഡിഫറെന്റ് പീപ്പിൾ ഇൻ ഡിഫറെന്റ് കളർ എക്സിസ്റ്റ്? യെസ്, ഇറ്റ്സ് ദ ഹാർഡ് ട്രൂത്ത്. അതായത് ബ്ലാക്ക് പന്നലാണ്, വൈറ്റ് നല്ലതാണെന്നല്ല. എനിക്ക് കറുമ്പം പെണ്ണുങ്ങളെ ആയിരിക്കും കൂടുതൽ ഇഷ്ടം. സോ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ അങ്ങനത്തെ കാര്യം. അത് വിട്. ഈ ലോകത്തിന്റെ 1/5 പോപ്പുലേഷൻ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന, ലോകത്തിലെ ഏറ്റവും എക്കണോമി, എത്രയും വെൽത്ത്, ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ, ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ആളുകളുള്ള സ്ഥലം ആഫ്രിക്ക ഈസ് നോട്ട് ഇൻ ദ പെർമനന്റ് സീറ്റ് ഓഫ് UN സെക്യൂരിറ്റി കൗൺസിൽ. അതെന്ത് നിയമമാണ്? അപ്പം അത് പോട്ടെ, അടുത്തതാരാ ഉള്ളത്? ലോകത്തിലെ ഫസ്റ്റ് മോസ്റ്റ് പോപ്പുലസ് കൺട്രി ഇന്ത്യ, ലോകത്തിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി, ലോകത്തിലെ ദ ബിഗസ്റ്റ് ഡെമോക്രസി ഈസ് ആർ ദേ ഇൻ ദ UN സെക്യൂരിറ്റി കൗൺസിൽ പെർമനന്റ് സീറ്റ്? നോ. ആരൊക്കെയാണ് അതിലുള്ളത്? 200-300 വർഷം ലോകം മുഴുവൻ തോക്ക്, കല്ലും മണ്ണും കൊണ്ട് നമ്മൾ പച്ചക്കറിയും തിന്നുകൊണ്ട് നടന്ന സമയത്ത് തോക്കും കൊണ്ട് വന്ന് വെടിവെച്ച് കൊന്ന് രാജ്യം മുഴുവൻ പിടിച്ചടത്തിയ ലോകത്തിലെ നമ്പർ 2 ഫ്രോഡ് ബ്രിട്ടീഷ്. നേറ്റീവ് അമേരിക്കൻസ് മരങ്ങളെയും ആരാധിച്ച്, പഴവും തിന്ന്, മണ്ണിനെയും പ്രാർത്ഥിച്ച്, കടലിലെയും കായലിലെയും വെള്ളം കൊണ്ട് കുടിക്കുകയും ഒക്കെ ചെയ്ത് ജീവിച്ചിരുന്നവരെ തോക്കും കല്ലും കൊണ്ടുവന്ന് പിടിച്ചടക്കി കൊന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മർഡർ. ഹിറ്റ്ലറിനെ നിങ്ങൾ കുറ്റം പറയാൻ ആലോചിക്കണം. ഹിറ്റ്ലർ നെവർ കമ്മിറ്റഡ് 1/100th ഓഫ് വാട്ട് ബ്രിട്ടീഷ് ഡിഡ് ഇൻ നേറ്റീവ് അമേരിക്ക. അവരാണ് നമ്പർ 1. ഐ വാണ്ട് UN ഡിസ്ബാൻഡഡ് ഓർ UN അവരപ്പുറത്ത് കളിച്ചോണ്ടിരിക്കട്ടെ. ഐ വാണ്ട് ബ്രിക്സ് ടു ബിക്കം ദ നെക്സ്റ്റ് വേൾഡ് പവർ. ബ്രിക്സ് അടിപൊളിയാട്ടോ. നമ്മള് വേറെ പരിപാടി തുടങ്ങി. കാരണം ഇവന്മാര് നമ്മളെ ജയശങ്കർ പറഞ്ഞ പോലെ, നിങ്ങളൊരു ക്ലബ്ബ് ഉണ്ടാക്കി, നിങ്ങൾ ഞങ്ങളെ ഒന്നും കേട്ടില്ല എന്നൊരു കാര്യം നിങ്ങൾ അവിടെ നിന്നോ, ഞങ്ങൾ വേറൊരു ക്ലബ്ബ് ഉണ്ടാക്കി. ബ്രിക്സ് വാസ് ഫൗണ്ടഡ് ബൈ, ബ്രിക്സ് എന്ന് പറയുന്ന 5 മെമ്പേഴ്സ് ഫൗണ്ട് ചെയ്ത ഒരു സാധനമാണ്. പലർക്കും ഇത് അറിയത്തില്ല, പലരും കേട്ടിട്ടേ ഉള്ളൂ. ബട്ട് യു ഗൈസ് ഷുഡ് നോ അബൌട്ട് ദിസ്. ബ്രിക്സ് ഈസ് ഫൗണ്ടഡ് ബൈ 5 പെർമനന്റ് മെമ്പേഴ്സ്. ബ്രസീൽ,
which is one of the most എന്താ പറയുന്ന populous, growing economy and versatile people. Densely populated country. Densely. BR, Russia, one of the most powerful country in the world. BRI, India. ഇന്ത്യയെ പറ്റി ഞാൻ പറയില്ല, പറഞ്ഞാൽ ഞാൻ 1 മണിക്കൂർ ഇവിടെ നിന്ന് പറയും. അടുത്ത C, ചൈന. ചൈനയെ പറ്റി നിങ്ങൾക്ക് അറിയാം. And yes is South Africa. Guys, these 5 people, ഞാൻ പറയും ഈ 5 പേരും 5 എത്നിസിറ്റി, 5 കൾച്ചർ, 5 കോണ്ടിനെന്റ്സിൽ നിന്നാണ്. ആൻഡ് സീ ഹൗ ദി പീപ്പിൾ ആർ റെപ്രസെന്റഡ്. 5 പേരും 5 കളറാണ്. 5 പേരും ഒരേ ടേബിളിൽ ഇരുന്നാണ് അവരുടെ ലീഡേഴ്സ്. ഇപ്പോ ദേ ഹാവ് 32 പെർമനന്റ് മെമ്പേഴ്സ്. 32 permanent members. BRICS ഇപ്പം അതേപോലെ തന്നെ and 7 more is getting added next week. Next or the BRICSനകത്തുള്ള ട്രേഡ് അഗ്രിമെന്റും ട്രേഡ് ടാരിഫും അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ. BRICSന്റെ ഏറ്റവും വലിയ നിയമം എന്തോ അറിയാവോ? Do you know what the biggest name of BRICS? You cannot sanction your friend in BRICS. മനസ്സിലായില്ല. ഈ സാങ്ഷൻ ഇല്ലേ, അമേരിക്ക ഇപ്പം ഇന്ത്യയോട് പറയുവാണ് റഷ്യൻ ജെറ്റ് വാങ്ങിക്കാൻ പാടില്ല, വാങ്ങിച്ചാൽ ഞങ്ങളുടെ സാങ്ഷൻ ആക്ട് ഉപയോഗിച്ച് സാങ്ഷൻ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ റഷ്യൻ ജെറ്റ് വാങ്ങിച്ച അമേരിക്ക എന്ത് പറയും? ഇന്ത്യയിലേക്കുള്ള $3000 ഡീൽ റദ്ദാക്കുക. അതാണ് സാങ്ഷൻ. അപ്പോ ബ്രിക്സിന്റെ ഏറ്റവും വലിയ ഫസ്റ്റ് നിയമമാണ് യു കനോട്ട് സാങ്ഷൻ യുവർ ഫ്രണ്ട്. ദാറ്റ് ഇംപ്ലൈസ് യു കനോട്ട് ജോയിൻ ബ്രിക്സ് unless you consider the all other 31 members as a friend. Exactly. എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് കുനിയുമ്പം ഫ്രണ്ടിന്റെ പോക്കറ്റിൽ കൈയിടത്തില്ല. പോക്കറ്റിൽ കൈയിടത്തില്ല എന്നാ പറയാൻ വന്നത്. Let's go to Pahalgam. Yeah. What is your prediction? ഇന്ന് അതുപോലെ പറഞ്ഞതുപോലെ തന്നെ വേറൊരു ഡെവലപ്മെന്റ് നടന്നു. ബിക്കോസ് നരേന്ദ്രമോദി ഗേവ് ഫുൾ, ഇതായിരുന്നു ആ ഹെഡ്ലൈൻ, ഫുൾ ഓപ്പറേഷണൽ അതോറിറ്റി വാസ് ഗിവൺ ടു CDS. എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ആർമി, നേവി, പിന്നെ എയർഫോഴ്സ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഇതുണ്ട് CDS, ചീഫ് ഓഫ് ഡിഫൻസ് സെക്ടറോ, ചീഫ് ഓഫ് ഡിഫൻസ് അങ്ങനെ എന്തോ സാധനം. പുള്ളിയാണ് യുദ്ധം, വെടിവെപ്പ്, അറ്റാക്കിങ്ങിന് എല്ലാം റെസ്പോൺസിബിൾ. എന്ന് വെച്ചാൽ നാളെ നമ്മുടെ രാജ്യത്തെ ലീഡേഴ്സ് എല്ലാം അസാസിനേറ്റ് ചെയ്താൽ ഹി ഈസ് ദ വൺ റെസ്പോൺസിബിൾ ടു കീപ് എവറി ഏലിയൻ ഔട്ട് ഓഫ് ഇന്ത്യൻ ടെറിട്ടറി. അതാണ് സാധനം. ഏത് മെഷേഴ്സും എടുക്കാം, പാർലമെന്റ് ബ്രീഫിംഗ് ഒന്നും വേണ്ട, എന്തും ചെയ്യാം. ഇന്ത്യയിൽ അടുത്ത ഗവൺമെന്റ് ഇന്റേണലി ഉണ്ടാവുന്നത് വരെ ഇന്ത്യക്കകത്ത് ഒരൊറ്റ ത്വരത്തിനെ കയറ്റാതിരിക്കാൻ അവൻ എന്തും ചെയ്യാം, ഇൻക്ലൂഡിംഗ് ന്യൂക്ലിയർ ആർസണൽ. അത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം പുള്ളിക്ക് ന്യൂക്ലിയർ ആർസണൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഇന്ത്യ ഒബ്വിയസ്ലി ഹാവ് നോ ഫസ്റ്റ് യൂസ് പോളിസി. അത് എല്ലാരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് അമേരിക്ക വലിയൊരു കാര്യമാണ് ചെയ്തത്. അമേരിക്കക്ക് അതില്ല. ഞങ്ങള് ചിലപ്പോ ഇട്ട് കളയും. ഞങ്ങൾ ഇച്ചിരി കിടിലങ്ങളല്ലേ, ഞങ്ങൾ ദൈവത്തിന്റെ മക്കളല്ലേ, അതുകൊണ്ട് ഞങ്ങളൊന്ന് ഇട്ട് കളയും, നിങ്ങളാരും ഇടണ്ട. ലോകത്തിലെ ഏറ്റവും 2ാമത് ന്യൂക്ലിയർ സ്റ്റോക്ക് പൈൽ ഉള്ള രാജ്യമാണ് ഇറാന് ന്യൂക്ലിയർ വെപ്പൺസ് പാടില്ല എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ പ്രീച്ച് ചെയ്യുന്നത്. ബ്രോ, അതേപോലെ യുവർ പ്രഡിക്ഷൻ ഓൺ പഹൽഗാം? മൈ പ്രഡിക്ഷൻ ഓൺ പഹൽഗാം, I want Indians to understand we should not go into a war, because everything our forefathers made, everything your father made, and being in a war with Pakistan will not be in the border. പാകിസ്ഥാൻ നിങ്ങൾ വിചാരിക്കുന്ന രാജ്യമല്ല. No, it is as equal as India fighting India. കാരണം whole world morally supports them and give Pakistan arms. നമുക്ക് സപ്പോർട്ട് തന്നിട്ട് ഇതുവരെ ഇന്ത്യക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ഇന്നത്തേക്ക് ഈ പഹൽഗാം കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയുടെ കയ്യിൽ നിന്ന് പോയത് ഏകദേശം 60,000 കോടി രൂപ ഒറ്റ ഡീല്. പിന്നെ അതുപോലെ ഇപ്പൊ 2-3 ഡീലും കൂടെ നടന്നു. പാകിസ്ഥാൻ ഡിഡിന്റ് സ്പെൻഡ് എ സിംഗിൾ പെനി ആൻഡ് ഹി ഗോട്ട് J-20s F-16 ഹോർണറ്റ്സും പിന്നെ 400 മില്യൺ ഇതും. ഇനി ടർക്കിയുടെ ഇന്നലെ 2 എയർഷിപ്പാണ് പാകിസ്ഥാനിൽ ലാൻഡ് ചെയ്തത്, അൺഡിസ്ക്ലോസ് മിലിറ്ററി എയ്ഡ്. അതിനകത്ത് ന്യൂക്ലിയർ ആർസണൽസ് വരെ പറയുന്നു. വി ഡോണ്ട് നോ, ആവാതിരിക്കട്ടെ. അതേപോലെ തന്നെ നമുക്ക് ലെറ്റ്സ് കം ടു ദ എൻഡ് കൺക്ലൂഷൻ. എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ. ഇഫ് ദിസ് എസ്കലേറ്റ്സ് ഇൻടു എ വാർ, ഇറ്റ് വിൽ ബി വെരി ബാഡ്. നമ്മുടെ ഇക്കോണമിയും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റും എല്ലാം പീക്കിലെത്തി പൊട്ടൻസിയിൽ നിൽക്കുക. ഇപ്പം അത് തിരിച്ചടിക്കാതിരിക്കാൻ നമ്മൾ നോക്കുക. ആൻഡ് ദ ഹോൾ വേൾഡ് അണ്ടർസ്റ്റാൻഡ് ദർ ഇസ് നോ അലൈൻസ്, ഒരു അലൈസും ഇല്ല. ഞാൻ നിങ്ങളുടെ ജിയോപൊളിറ്റിക്സിൽ ദർ ഇസ് ഓൺലി കൺവീനിയൻസ്. അതേ ഉള്ളൂ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇന്ത്യ ആണെങ്കിലും ശരി, പാകിസ്ഥാൻ നാളെ ചത്ത് ഇന്ത്യക്ക് 10,000 കോടിയുടെ ഡീൽ കിട്ടുവാണെങ്കിൽ വി ആർ ഹാപ്പി. അത് അത്രേ ഉള്ളൂ. അല്ലാതെ ഈ കെട്ടിപ്പിടിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും സെൽഫി എടുക്കുന്നതും ഒന്നും അല്ല. ഇനി എന്റെ ഡിസ്ക്ലോസ് ഞാൻ ചെയ്യാം. വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ
ഇൻ ദിസ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഈസ് ഓപ്പണിംഗ് എ 5-front വാർ. 5-front വാർ. ഒന്ന് മിലിറ്ററി ബോർഡർ അട്രോസിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോർഡറിലോട്ട് ഒരാൾ വെടിവെച്ചാൽ നമ്മൾ 10 വെടി തിരിച്ചു വിടും. പക്ഷെ നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യുന്ന അനങ്ങത്തില്ല. വിൽ ഫയർ ബട്ട് വി വോണ്ട് ക്രോസ് ദ LOC. 2 സൈബർ. ഇനി നിങ്ങൾ നോക്കിക്കോ, എൻ്റെ പ്രഡിക്ഷൻ ആണ്, എഴുതി വെച്ചോ. പാകിസ്ഥാനിലെ ബാങ്ക് കൊളാപ്സ് ആവാൻ പോവാണ്. പാകിസ്ഥാനിലെ ഇലക്ട്രിസിറ്റി ബോർഡുകൾ നശിക്കാൻ പോവാണ്. പാകിസ്ഥാനിലെ നിഫ്റ്റി, പാകിസ്ഥാനിലെ ഫോറക്സ്, പാകിസ്ഥാനിലെ കറണ്ട്, ഓൾറെഡി പോയിരിക്കും, കമ്പ്യൂട്ടർ എല്ലാം പോയിരിക്കും. ഫോർ ദ നെക്സ്റ്റ് 1 year പാകിസ്ഥാൻ വിൽ ബി ഇൻ എ വെരി റഫ് സ്പോട്ട്. ഇത് 2. ഇനി മൂന്നാമത്തെ ഫോർഫ്രണ്ട് സ്പേസ്. സ്പേസിൻ്റെ നിങ്ങൾക്ക് ഇന്ത്യയുടെ കേപ്പബിലിറ്റീസ് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കാത്തത്. കാരണം ഇന്ത്യയുടെ സാറ്റലൈറ്റ്സ് ഇഷ്ടംപോലുണ്ട്. അമേരിക്കയുടെയും ചൈനയുടെയും റഷ്യയുടെയും ജപ്പാന്റെയും ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും സാറ്റലൈറ്റ് വിടുന്നത് നമ്മളാണ്. നമ്മൾ ആ വാർത്ത മാത്രമേ കാണുന്നുള്ളൂ. ജപ്പാന്റെ 3 സാറ്റലൈറ്റ് മുകളിൽ വിട്ടു. ബ്രോ, അതേ ഷിപ്പിനകത്ത് നമ്മുടെ 6 വേറെ ഉണ്ട്. ഇന്ത്യയുടെ സാറ്റലൈറ്റ് ഒക്കെ മുകളിലുണ്ട്. ഇന്ത്യയുടെ സാറ്റലൈറ്റ് വാർഫെയർ ഒക്കെ ഇനി പാകിസ്ഥാൻ കാണാൻ പോകുന്നേ ഉള്ളൂ. 4ാമത്തെ ഫ്രണ്ടാണ് വാട്ടർ. വാട്ടർ നമ്മൾ നിർത്തുവാണ്. എന്നിട്ട് നമ്മൾ എന്താ പറയുക, ഡാം തുറങ്ങുമ്പോൾ ഒരു 5 ഷട്ടറങ്ങ് തുറന്നു വിടും. അങ്ങനെ പാകിസ്ഥാൻ വിൽ ലൂസ് ലൈഫ് ഇൻ ഡ്രോട്ട് ആൻഡ് ഫ്ലഡ്, വിച്ച് ഇസ് എ വെരി സാഡ് തിങ് ഫോർ us, but too sad. I cannot do anything. പാകിസ്ഥാൻ അൾട്ടിമേറ്റ് ഗോൾ no regrets. പാകിസ്ഥാൻ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിവിഷൻ ബിറ്റ്വീൻ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ്. അത് അവർക്ക് ഫോർഫ്രണ്ടിൽ കൊണ്ടുവരാം. കാരണം അവർ ബ്ലൈൻഡഡ് ബൈ ദാറ്റ് ഐഡിയോളജി. അതേപോലെ അതേസമയം ഇത് ഇങ്ങനൊരു ഐഡിയ പ്രസന്റ് ചെയ്യുമ്പം UK, US, ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ് ഇവർക്കെല്ലാം ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. അതേപോലെ തന്നെ അവരുടെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് കോമ്പറ്റീറ്ററിനെ ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ബിഗ്ഗസ്റ്റ് കോമ്പറ്റീറ്ററിനെ ടേക്ക് ഡൗൺ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ കാട്ടില് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കിടന്ന കാട്ടില് 5-6 പേര് കിടന്ന് അടി കൂടുക. അപ്പത്തേനും കാണാൻ ആനയുടെ കാലൊന്നും മുറിഞ്ഞ്. അപ്പൊ സിംഹവും കടുവയും ചെന്നായും എല്ലാം കൂടെ നിൽക്കുക. ഇവനെ തള്ളിയിട്ട നമുക്ക് പിന്നൊരു ഒത്തുതീർക്കിലെത്താം. ഇവൻ ആനയാ. He is the biggest economy. He is the biggest democracy. He has the biggest population. He has the biggest GDP. He is the brightest students. Best people. Best culture. ഇവനെ തള്ളി ഇട്ട് കഴിഞ്ഞാൽ ലോകത്ത് പിന്നെ അവർക്ക് വേറെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവത്തില്ല. ലോകം മുഴുവൻ വെള്ളക്കാരും, പിന്നെ പകുതി ലോകം മുഴുവൻ ഇസ്ലാംകാരും, പിന്നെ അവർ തമ്മിലുള്ള വാറായിരിക്കും. ഒരു 1,00,000 വർഷം കഴിഞ്ഞിട്ട് പിള്ളേര് ജുറാൻ എന്നും അല്ലെങ്കിൽ ജൈബിൾ എന്നും അല്ലെങ്കിൽ ജുഹാഗീത എന്നൊക്കെ പറഞ്ഞു. ഗൈസ്, എനിക്ക് ടുവേർഡ്സ് എൻഡ് ഓഫ് ദ പോഡ്കാസ്റ്റ് എനിക്ക് പറയാനുള്ള ഗൈസ്, ഒരുപാട് ഇസ്ലാമോഫോബിയ ഹെയ്റ്റ് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ആകുമ്പോൾ ഗൈസ് ഇതൊക്കെ ആൽഗോരിതം പുഷ് ചെയ്ത്, അത് എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ നാട്ടിലുള്ള മുസ്ലിംസും, എനിക്ക് എന്റെ അറ്റ്ലീസ്റ്റ് ഉറപ്പാണ് നമ്മുടെ നാട്ടിലുള്ള മുസ്ലിംസിനൊന്നും ടെററിസം മൈൻഡ് ഇല്ല. അപ്പൊ നിങ്ങളുടെ ഫീഡിൽ ഈ വരുന്ന സാധനങ്ങൾ ആന്റി മുസ്ലിം, അത് അവരുടെ ഇത് വൃത്തികെട്ട മുസ്ലിങ്ങൾ ചെയ്യുന്ന പരിപാടികളാണ്. നമ്മൾ നമ്മളുടെ കൂട്ടുകാരെ നമ്മളുടെ ഫ്രണ്ട്സിനെയോ ആ മൈൻഡിൽ കാണരുത്. എന്റെ കൂട്ടത്തിലുള്ള ആളുകൾ വരെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. സോ ഒരു മെസ്സേജ് ആയിട്ട് കാണുക, ഡോണ്ട് ഹേറ്റ് യുവർ ഫ്രണ്ട്സ് ബിക്കോസ് ഓഫ് സം ഔട്ട്സൈഡർ ഫക്ക് ഈസ് ട്രൈയിങ് ബാഡ് തിങ്സ് ഓൺ യുവർ ഇൻസ്റ്റാഗ്രാം. രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഐ ഫോർസീ എ വാർ കമ്മിങ്. അറ്റ്ലീസ്റ്റ് വാർ അല്ലെങ്കിലും ഒരുപാട് ഇക്കണോമിക്കൽ ഇൻസ്റ്റെബിലിറ്റീസ് ഉണ്ടാവും. കാരണം ഒരുപാട് ഇപ്പം പാകിസ്ഥാൻ ഈസ് ഫുൾ ഫ്ലെഡ്ജ് ഗോയിങ് ഇൻ ടു ദെൻ അവർക്ക് അലൈസും സപ്പോർട്ടും ഉണ്ട്. ഇത് ഇപ്പം ഇന്ത്യ ഇന്നോ നാളെ മറ്റന്നാളോ 1-ാം തീയതി റിറ്റാലിയേറ്റ് ചെയ്ത് അതൊരു എസ്കലേറ്റ് ആവുന്ന 100% ഉറപ്പ്. ആൻഡ് ഇന്ത്യ ഈസ് ഗോയിങ് ടു റിറ്റാലിയേറ്റ്. ഇല്ലെങ്കിൽ ഇന്ത്യ ഈസ് ഗോയിങ് ടു റിറ്റാലിയേറ്റ്. ഇല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ കോൺഫിഡൻസ് നശിക്കും. It will affect the elections. I strongly believe we have bigger things to do than to fight a dog in the backyard. But elections do matter. അതുകൊണ്ട് എൻ്റെ പ്രഡിക്ഷൻ ഇതാണ്, റിറ്റാലിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇമ്പാക്ട് ബ്രേസ് ചെയ്യുക. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ കൊച്ചിയിലുള്ള സഹോദരങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചോ. എല്ലാ ഓയിൽ റിഫൈനറിയും കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ട്, ബോംബ് വീഴാൻ സാധ്യതയുണ്ട്. ഓയിൽ റിഫൈനറി ഉണ്ട് കൊച്ചിയിലല്ലേ? കൊച്ചി യുദ്ധം തുടങ്ങിയാൽ നിങ്ങളെ പൊട്ടിക്കും കേട്ടോ. ഞങ്ങൾ ദുരന്തത്തുള്ള രക്ഷപ്പെടും. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാണ്, ഇതുപോലെ ആന്റി മുസ്ലിം ഹേറ്റ് സ്പ്രെഡ് ചെയ്യാതിരിക്കുക. ഇതുപോലെ എന്താ പറയുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഹേറ്റ് ചെയ്യാൻ തുടങ്ങാതിരിക്കുക. ഇതൊന്നും ചെയ്യാതിരിക്കുക. ഇതൊക്കെ പറയുന്നതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ പറയും. ഗൈസ്, ഫ്രീ പാലസ്റ്റൈൻ ഇട്ടവരൊന്നും ഫ്രീ ഇന്ത്യയോ അറ്റാക്ക് പാകിസ്ഥാനോ ഇട്ടിട്ടില്ല. വി ആർ ടേക്കിംഗ് നോട്ട്. കളി തമാശ വേറെ, ഹേറ്റ് ചെയ്യാതിരിക്കുന്നത് വേറെ. പക്ഷെ ഡോണ്ട് ടേക്ക് അസ് ആസ് മണ്ടന്മാർസ്. അതേപോലെ തന്നെ മൈനോറിറ്റി ആണ് എന്ന് ഉള്ള ഒരു എന്താ പറയുന്നത്, ഇത് നമ്മുടെ രാജ്യം എപ്പോഴും മുസ്ലിങ്ങൾക്ക് തരുന്നുണ്ട്, എപ്പോഴും ക്രിസ്ത്യൻസിനും കൊടുക്കുന്നുണ്ട്. അത് വേണം എന്ന് വാദിക്കുന്ന ആളുകളിൽ ചുരുക്കം ചില ഹിന്ദുക്കളാണ് ഞാനും ഇവനും ഒക്കെ. കാരണം മൈനോറിറ്റീസ് നീഡ് ടു കം അപ്പ്. വി നീഡ് എ സെക്യുലർ രാജ്യം ഫോർ ദി ബെസ്റ്റ്. പക്ഷേ അങ്ങനെ സെക്യുലർ രാജ്യത്തിൽ വരുന്ന ഒരു വിഭാഗം
ബാക്കി എല്ലാവർക്കും പ്രശ്നമാവുകയാണെങ്കിൽ കട്ടി അത് പ്രശ്നമാവും. ദാറ്റ് ഈസ് ടു അത് ഒരു 2 ഇല്ല, ബാക്കി പറഞ്ഞോ. കട്ട് ചെയ്യത്തില്ല ബ്രോ. ദിസ് ഈസ് മീ സ്പീക്കിംഗ് ഓൺ മൈ യൂട്യൂബ് ചാനൽ. ഐ ക്യാൻ സേ വാട്ട് എവർ ഐ നോ ആൻഡ് ഐ വാണ്ട്. ഓക്കെ. പിന്നെ വേറൊരു സംഭവം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ റിഗാർഡിങ് ദ വാർ ഫ്രണ്ട് സിറ്റുവേഷൻ, എന്താ ഐ സെൻഡ് സംതിങ് റിയലി ബാഡ്. അതേപോലെ തന്നെ വേറൊരു സാധനം ഞാൻ കണ്ടു, കുറെ 18, 19, 20-year-old half naked girls on Instagram saying, ടെററിസ്റ്റിനെ നമുക്ക് ലൈബ്രറി കൊണ്ട് പഠിപ്പിക്കാം, അവരെ എന്തിനാ കൊല്ലുന്നത്, എന്ത് വ്യത്യാസമുള്ളത് ഓർമ്മിപ്പിക്കണമെന്ന് വിചാരിച്ച ബ്രോ, കുറച്ച് തുണി ഉടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് ഉണ്ടാക്കുന്ന പെൺകുട്ടികൾ കാണുവാണെങ്കിൽ, ഞാൻ ഇത് കണ്ടത് ഭയങ്കര ഫേമസ് ആയിട്ടൊരു, ഞാനും ഇത് കണ്ടത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അത് ഞാൻ ഫോളോ ചെയ്യുന്ന കുട്ടിയാണ്, എന്റെ ലൊക്കാലിറ്റിയിലുള്ള കുട്ടിയാണ്. വാട്ട് ഷീസ് ഡൂയിങ് ഈസ് ഷീസ് ഡാൻസിങ് ഓൺ ഇങ്ങനെ അവരുടെ ഇഷ്ടം. ഞാൻ എന്റെ വ്യൂ പറയുമല്ലോ, പബ്ലിക് പ്ലാറ്റ്ഫോം ആണ്, ഡാൻസ് ചെയ്യാണ്. ഇന്ത്യൻ കൾച്ചർ എന്താണെന്ന് അറിയാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യുക, 10 സെക്കൻഡ് മുന്നോട്ട് അടിക്കുക. പക്ഷേ ഇന്ത്യൻ കൾച്ചറിൽ അല്ലാത്ത ഡാൻസുകൾ കാണിച്ച് ശരീരഭാഗങ്ങൾ കൂടുതൽ എക്സ്പോസ് ചെയ്ത് കാണിച്ച് കൂടുതൽ ഫോളോവേഴ്സിനെ ഉണ്ടാക്കുന്ന മിടുക്കികൾ ശ്രദ്ധിക്കുക. യു ഗൈസ് ആർ നോട്ട് അവർ പൊളിറ്റിക്കൽ ലീഡേഴ്സ്. ഒരു കാര്യം, അവർക്ക് എന്ത് ഡാൻസ് വേണമെങ്കിലും കാണിച്ചോട്ടെ, നിങ്ങൾ എന്ത് ഡാൻസ് വേണമെങ്കിലും കാണിച്ചോ, പക്ഷെ നിങ്ങളെ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ട്. യു ഗൈസ് ആർ കോളിംഗ് യുവർ സെൽഫ് ഇൻഫ്ലുവൻസേഴ്സ്, ഡോണ്ട് ഇൻഫ്ലുവൻസ് പൊളിറ്റിക്സ്. അങ്ങനെ വേണ്ടാത്ത രീതിയിൽ പൊളിറ്റിക്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ there will be cases against you. അത് കാണും, ലീഗൽ ആക്ഷൻസ് എടുക്കണം. എസ്പെഷ്യലി നമുക്കിപ്പം ലോ എൻഫോഴ്സ്മെന്റ് ഫോഴ്സിംഗ് ഒക്കെ കൂടാൻ പോകും. വേറൊരു സംഭവം കൂടെ, ഇതേപോലത്തെ ചിക്സിന്റെ അടുത്ത് എല്ലാവരും പറയുള്ളൂ, ഇവരുടെ ഈ ടെററിസ്റ്റുകൾക്ക് അറിയാം 100% അവര് ഇന്നലെ നാളെ മറ്റന്നാ കൊല്ലും, അവര് ചത്ത അവര് സ്വർഗത്തിൽ പോകുന്നുള്ള മൈൻഡ് സെറ്റിൽ അവര് കൊല്ലാൻ ഇറങ്ങുന്നത്. ആൻഡ് ദേ ഹാവ് ബീൻ ബ്രെയിൻ വാഷ് ഫ്രം ഐ തിങ്ക് ചൈൽഡ്ഹുഡ്. അങ്ങനെയുള്ളവരെ നമുക്കൊന്നും പഠിപ്പിക്കാനൊന്നും കാര്യം. എന്തുകൊണ്ട് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ടെററിസ്റ്റുകളും മനുഷ്യരല്ലേ, എന്തായാലും 28 പേര് മരിച്ചു, ഇനി എന്തിനാ അത് 18 ടെററിസ്റ്റിനെയും കൂടെ കൊന്നിട്ട് അത് 48 ആക്കുന്നതെന്ന്. അല്ല, യു സ്റ്റേ വിത്ത് യുവർ ബെല്ലി ഡാൻസ് ഓൺ ഇൻസ്റ്റാഗ്രാം, ഡോണ്ട് പ്രീച്ച് us about politics. I like belly dance. Yeah, I too like belly dance. I still follow you. Don't make me unfollow you, okay? അത്രേ ഉള്ളൂ. ഇതൊക്കെ പറയണമെന്നുണ്ടായിരുന്നു, വളരെ ലിമിറ്റ് ചെയ്ത് പറയണം. ഡോണ്ട് ഫോൾ ഫോർ പ്രൊപ്പഗൻഡ, ഡോണ്ട് ഫോൾ ഫോർ ഇത്. പിന്നെ പ്രാർത്ഥിക്കുക, വാർ എസ്കലേറ്റ് ആവാതിരിക്കാൻ പ്രാർത്ഥിക്കുക. എസ്കലേറ്റ് ആവുകയാണെങ്കിൽ തന്നെ there is no wins in wars. That's it guys, it's Sri here and love you. Yeah.